good morning to all of you. We extend our heartiest welcome to our Most Reverend Dr. Joseph Marthoma Metropolitan and other dignitaries. കുറുന്തോട്ടിക്കൽ ശ്രീ കെ.ടി. തോമസ് കശീശയുടെയും യുഹാനോൻ മാർത്തോമ മെത്രാപ്പോലിത്തായുടെയും ദീർഘവീക്ഷണത്തിൻ്റെ ഫലമായി 1953 കോഴഞ്ചേരി കുന്നിൻ മുകളിൽ തെളിഞ്ഞ വിദ്യയുടെ വെളിച്ചം കോഴഞ്ചേരി സെയിൻറ് തോമസ് കോളേജിൻ്റെ ഹൃദയം എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് കോഴഞ്ചേരിയുടെ സാമ്പത്തിക മുഖച്ഛായ മാറ്റിമറിക്കുന്നതിൽ നിർണായകമായ പങ്കുവഹിക്കാൻ 1968 സ്ഥാപിതമായ കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിന് സാധിച്ചു. The Postgraduate and Research Department of Commerce, St. Thomas College, Korancheri, has been serving the community since 1968. The department commenced with an undergraduate program in commerce and elevated to a postgraduate department in 1981. The department got approval for an additional BCom degree program in marketing in the year of 2001, which was later converted to BCom Finance and Taxation. The MG University approved our department as a research center since 2005. Presently, our department offers 2 undergraduate programs, 1 postgraduate program and research program. ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും ബിരുദാനന്തര ഗവേഷണ ഡിഗ്രി നേടിയ അനേകം വിദ്യാർത്ഥികൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്നു എന്നത് സുവർണ ജൂബിലി നിറവിൽ നിൽക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റിന് അഭിമാനാർഹമായ സംഗതിയാണ്. ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ രൂപീകരണത്തിൽ ദീർഘവീക്ഷണത്തോടെ പ്രവർത്തിച്ച കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആദ്യകാല അധ്യാപകരായ ബഹുമാനപ്പെട്ട മാത്യു സി വർഗീസ് സർ, അഡ്വക്കേറ്റ് GM ഇടുക്കുള സർ എന്നിവരെയും മറ്റ് പൂർവ്വ വകുപ്പ് മേധാവികൾ, അധ്യാപകർ എന്നിവരുടെ സ്തുത്യർഹമായ സേവനത്തെയും നന്ദിപൂർവ്വം സ്മരിക്കുന്നു. Today is a historical day for our department. It is amazing that we have transformed into a full-fledged department with all infrastructure in a short span of time. 50 years of excellence with 63 undergraduate batches, 37 postgraduate batches, 4 doctoral degrees, university rank holders, professionals and entrepreneurs to our credit. It is a proud moment to our department. And today we are coming to the end of Golden Jubilee celebrations. Once again, I welcome all of you to this valedictory function. ജീവന്റെയും പ്രകൃതിയുടെയും നാഥനെ സ്മരിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. പ്രാർത്ഥനാ ഗാനം ആലപിക്കുന്നതിനായി കൊമേഴ്സ് വിഭാഗം അധ്യാപിക ശ്രീമതി ബെറ്റിമോൾ എലിസബത്ത് തമ്പിയെ ക്ഷണിക്കുന്നു. I would like to request all of you to please stand up for the prayer song. കുടികൊള്ളണം ഗുണവാരിധേ നീ തുണയാകണം.
Thank you, Miss. Let's now welcome a person who doesn't need any introduction and known among all of us for his wisdom, knowledge, and his leadership skills. Our respected head of the department, Professor Reggie Katharian. I request you, sir, for the welcome address. മലങ്കരയുടെ മാർത്തോമയും ഈ കോളേജിൻ്റെ മാനേജറുമായിരിക്കുന്ന അഭിവന്യ ഡോക്ടർ ജോസഫ് മാർത്തോമ മെത്രാപ്പോലിത്ത തിരുമേനി, ഈ കോളേജിൻ്റെ പ്രിൻസിപ്പൽ ഡോക്ടർ മാത്യു പി ജോൺ സർ, നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആദ്യകാല അധ്യാപകനും ഈ ഡിപ്പാർട്ട്മെൻറ്റിൻ്റേതായിട്ടുള്ള കാലോചിത പ്രവർത്തനങ്ങളിൽ എന്നും കൈത്താങ്ങുമായിരിക്കുന്ന ഇടുക്കള സർ, തോമസ് വർഗീസ് സർ, കോഴഞ്ചേരി മാർത്തോമ ഇടവക വികാരി റവറൻ തോമസ് മാത്യു അച്ഛൻ, റോബിൻ അച്ഛൻ, ആശംസകൾ അർപ്പിക്കുന്ന പ്രൊഫസർ ഐസക് എബ്രഹാം സർ, മാമൻ സക്കറിയ സർ, ബെന്നി പുത്തൻപറമ്പിൽ, ലിബൂസ് ജേക്കബ് എബ്രഹാം, പൂർവ്വ വിദ്യാർത്ഥികൾ, പൂർവ്വ അധ്യാപകർ, വിവിധ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും വന്നിരിക്കുന്ന HODs, എല്ലാവർക്കും കോഴഞ്ചേരി സെൻറ് തോമസ് കോളേജിലെ കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റേതായിട്ടുള്ള സ്നേഹവന്ദനം അറിയിച്ചു കൊള്ളട്ടെ. നാം ഇന്നൊരു വ്യത്യസ്തമായിട്ടുള്ള കാലഘട്ടങ്ങളിൽ കൂടി കടന്നു പോവുകയാണ്. രാജമലയിലും കരിപ്പൂരിലുമുണ്ടായ ദാരുണമായിട്ടുള്ള അന്ത്യം നമ്മെ വളരെ വേദനപ്പെടുത്തുന്നു. മരണപ്പെട്ട എല്ലാ വ്യക്തിത്വങ്ങൾക്കും കോഴഞ്ചേരി സെൻറ് തോമസ് കോളേജിൻ്റെ കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആദരാഞ്ജലികൾ ആദ്യം തന്നെ അറിയിക്കുകയാണ്. കരിപ്പൂർ വിമാനത്താവളത്തിൽ അപകടം നടന്നപ്പോൾ 191 പാസഞ്ചേഴ്സുമായിട്ട് വന്ന വിമാനം ക്യാപ്റ്റൻ ദീപക് സാത്തേ, കോ പൈലറ്റായിരുന്ന അഖിലേഷ് കുമാർ, ഇവരുടേതായിട്ടുള്ള സമയബന്ധിതമായിട്ടുള്ള പ്രവർത്തനം കൊണ്ട് നമുക്ക് കേവലം 20 പേരുടെ മരണം മാത്രമേ അവിടെ നടന്നുള്ളൂ. ഒരു പക്ഷേ അല്ലായിരുന്നുവെങ്കിൽ അതൊരു വൻ ദുരന്തമായേനെ, ഒരു തീ ഗോളമായി മാറേണ്ടുന്ന സംഭവം അത്രയും മിനിമൈസ് ചെയ്തു. അവരുടെ ജീവൻ തന്നെ അപകടത്തിൽപ്പെട്ടു. ഈ 2 പേരെയും സ്മരിക്കുന്നു. അവരുടേതായിട്ടുള്ള സമയോചിതമായിട്ടുള്ള ബ്രില്യൻ ലാൻഡിങ്ങിൽ നാം എല്ലാവരും അഭിമാനം കൊള്ളുന്നു. അവരുടെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് ഞാൻ കർത്തൃത്വത്തിലേക്ക് കടക്കട്ടെ. 1968 വളരെ വിഷനോടുകൂടി ആരംഭിച്ച ഡിപ്പാർട്ട്മെൻറ്റാണ് കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ്. നമുക്കറിയാം, ആ കാലഘട്ടങ്ങളിലൊക്കെയും കൊമേഴ്സ് പഠനത്തിനുള്ള സാധ്യതകൾ വളരെ കുറവായിരുന്നു. എന്നാൽ നമ്മുടെ സമീപ പ്രദേശങ്ങളിലുള്ള കോളേജുകൾ നാം നോക്കുമ്പോൾ അവരൊക്കെയും ഈ അടുത്ത സമയങ്ങളിലായിരുന്നു കൊമേഴ്സിൻ്റെതായിട്ടുള്ള വിദ്യാഭ്യാസത്തിൻ്റെ സാധ്യത മനസ്സിലാക്കി കൊമേഴ്സ് പ്രോഗ്രാമുകൾ അവരുടെ കോളേജുകളിൽ കൊണ്ടുവന്നത്. എന്നാൽ തികച്ചും ദീർഘവീക്ഷണത്തോടു കൂടി അന്നു മുതൽ ഇന്ന് വരെ, ഈ ദിവസം വരെ ഈ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സാധ്യതകളെ നോക്കിക്കണ്ട് വളരെ വിഷണറിയായി പ്രവർത്തിച്ച അഭിവന്യ ജോസഫ് മാർത്തോമ മെത്രാപ്പോലിത്ത നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊരു അഭിമാനത്തിൻ്റെതായിട്ടുള്ള നാമമാണ്. 1970-കളിൽ
ഗൾഫിൻ്റേതായിട്ടുള്ള പുരോഗമനത്തിൻ്റെ സാധ്യതകൾ മനസ്സിലാക്കി നമ്മുടെ ഈ പ്രദേശങ്ങളിൽ എന്ന് മാത്രമല്ല കൊല്ലം, ആലപ്പുഴ, കോട്ടയം ജില്ലകളിലെ വിദ്യാർത്ഥികൾക്ക് വരെ ഇവിടെ വന്ന് കൊമേഴ്സ് വിദ്യാഭ്യാസം നടത്തി മടങ്ങിപ്പോകുവാനും ഉന്നത ശ്രേണിയിലെത്തുവാനും കഴിഞ്ഞു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അഭിമാനത്തിൻ്റെ മുഹൂർത്തമാകുന്നു. ഈ ഗോൾഡൻ ജൂബിലി വർഷം ഉദ്ഘാടനം ചെയ്യപ്പെട്ടതും അഭിവന്യ തിരുമനസ്സുകൊണ്ടാകുന്നു. അതേ തിരുമനസ്സ് തന്നെയാണ് ഇതിൻ്റേതായിട്ടുള്ള സമാപന സമ്മേളനവും നമ്മളുടെ പൂർവ്വ വിദ്യാർത്ഥികളും മാനേജ്മെൻറ്റും ചേർന്ന് 10,62,200 രൂപ മുതൽ മുടക്കി 10 kV കപ്പാസിറ്റിയുള്ള സോളാർ സിസ്റ്റം ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അഭിമാനത്തിൻ്റെ നിമിഷമാകുന്നു. തിരുമേനി ഇത്രയും പ്രതിസന്ധികൾ സമൂഹത്തിലുണ്ടായിട്ടും നമ്മളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ ആഗതനായി എന്നുള്ളത് തന്നെ തിരുമേനി എത്രമാത്രം നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിനെ സ്നേഹിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാകുന്നു. 1968 ഈ ഡിപ്പാർട്ട്മെൻറ്റ് തുടങ്ങുമ്പോൾ അധ്യാപകരായിരുന്ന പ്രൊഫസർ മാത്യു സി വർഗീസ് സാറിനെയും അഡ്വക്കേറ്റ് ഇടുക്കള സാറിനെയും ഞങ്ങൾ നന്ദിയോടെ സ്മരിക്കുകയാണ്. അവരുടെ പ്രവർത്തനങ്ങൾ ചെറുതല്ല, വളരെ പ്രാഗൽഭ്യത്തോടു കൂടിയുള്ള പ്രവർത്തനങ്ങളാകുന്നു ഇന്ന് ഈ കാണുന്ന കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നതിൽ യാതൊരു സംശയവുമില്ല. പൂർവ്വ അധ്യാപകർ ഈ ഡിപ്പാർട്ട്മെൻറ്റിനെ കണ്ണിലെ കൃഷ്ണമണി പോലെ അവർ സൂക്ഷിച്ചു, നല്ല ഡിപ്പാർട്ട്മെൻറ്റാക്കി വളർത്തിയെടുത്തു. എനിക്ക് തോന്നുന്നത് കേരളത്തിൽ തന്നെ ഇത്രയും വലിയൊരു ഡിപ്പാർട്ട്മെൻറ്റ് കാണും എന്ന് തോന്നുന്നില്ല. വലിയ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് ഇത്രയും അധികം ചാർട്ടേഡ് അക്കൗണ്ടൻസിനെ പ്രൊഡ്യൂസ് ചെയ്ത, ഇത്രയും അധികം കോളേജ് അധ്യാപകരെ പ്രൊഡ്യൂസ് ചെയ്ത, ഇത്രയും അധികം ബാങ്ക് എംപ്ലോയീസിനെ പ്രൊഡ്യൂസ് ചെയ്ത, ഇത്രയും വലിയ എൻ്റർപ്രണേഴ്സിനെ പ്രൊഡ്യൂസ് ചെയ്ത, ഈ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും വലിയ പൊസിഷനിൽ നിൽക്കുന്ന വ്യക്തിത്വങ്ങളെ പ്രൊഡ്യൂസ് ചെയ്തൊരു ഡിപ്പാർട്ട്മെൻറ്റ് ഒരു പക്ഷേ വേറെ ഡിപ്പാർട്ട്മെൻറ്റ് വേറെ കോളേജുകളിൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റും കാണത്തില്ല എന്നുള്ളത് സത്യമാണ്. നമ്മൾ സിറ്റി സെൻറ്റേഡ് കോളേജുകളിൽ പോയാൽ പോലും ഇത്തരത്തിലുള്ളൊരു ഡിപ്പാർട്ട്മെൻറ്റ് കാണുക എന്ന് പറയുന്നത് വിരളമായിരിക്കും. 1968 എന്ന് പറയുന്നത് ഒരു പക്ഷേ ഒരു ഗ്രാമീണ സ്വഭാവമുള്ള കോഴഞ്ചേരിയെ 2020 എത്തിക്കുമ്പോൾ നമുക്കറിയാം അതൊരു പട്ടണ സ്വഭാവമുള്ള ഒരു പ്രദേശമായി മാറിയിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ എക്കോണമിയെ അഗ്രികൾച്ചർ ബേസ്ഡ് എക്കോണമിയിൽ നിന്നും ഒരു നോളജ് ബേസ്ഡ് എക്കോണമി ആക്കുവാനായിട്ട് ഈ കോളേജും പ്രത്യേകിച്ച് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റും നടത്തിയിരിക്കുന്ന പ്രവർത്തനങ്ങൾ വളരെ അധികമാണ്. ഞാൻ കൂടുതലായിട്ട് ദീർഘിപ്പിക്കുന്നില്ല. എൻ്റെ കൃത്യത്തിലേക്ക് ഞാൻ കടക്കട്ടെ. ഈ യോഗത്തിൻ്റെ അധ്യക്ഷനും ഈ യോഗത്തിൻ്റെ ഉദ്ഘാടകനും ആയിരിക്കുന്നത് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ, നമ്മുടെ കോളേജിൻ്റെ, നമ്മുടെ അഭിമാനമായിരിക്കുന്ന മലങ്കര മാർത്തോമ സഭയുടെ അധ്യക്ഷൻ അഭിവന്യ ഡോക്ടർ ജോസഫ് മാർത്തോമ മെത്രാപ്പോലിത്ത തിരുമേനിയാണ്. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഓരോ പടവുകളിലും തിരുമേനിയുടേതായിട്ടുള്ള ഒരു കയ്യൊപ്പുണ്ട്. അതിൻ്റെ പ്രതിപ്രവർത്തനമാകുന്നു ഇന്ന് നാം കാണുന്ന ഈ വികസനങ്ങളും പ്രത്യേകിച്ച് നമ്മുടെ കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിനുണ്ടായിട്ടുള്ള അഭിവൃദ്ധിയും. തിരുമേനി കൃത്യസമയത്ത് ഇവിടെ എഴുന്നള്ളി 10 kV സോളാർ പ്രോജക്റ്റ് ഈ കോളേജിന് ഡെഡിക്കേറ്റ് ചെയ്യുകയും നമ്മുടെ ഗോൾഡൻ
ജൂബിലി വാലിഡിക്ടറി ഫംഗ്ഷൻ ഉദ്ഘാടനം ചെയ്യുകയുമാണ്. വളരെ വിനയത്തോടുകൂടി, വളരെ സന്തോഷത്തോടുകൂടി, നന്ദിപൂർവം ഞങ്ങൾ തിരുമേനിയെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കോളേജിൻ്റെ പ്രിൻസിപ്പൽ മാത്യു പി ജോൺ സാർ, കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു അഹങ്കാര വാക്ക്. 1953 സ്ഥാപിതമായ കോളേജിൽ കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ള ഒരു അധ്യാപകൻ പ്രിൻസിപ്പൽ ആയി വരുന്നത് ആദ്യമായിട്ടാണ്. സാറ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ അധിപൻ എന്നുള്ള നിലയിലാണ് ഈ കോളേജിൻ്റെ സാന്നിധ്യം ഏറ്റെടുത്തു എങ്കിലും ഈ കോളേജിൽ കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ 7 വർഷം പഠിച്ച പൂർവ്വ വിദ്യാർത്ഥിയാകുന്നു ബഹുമാനപ്പെട്ട മാത്യു പി ജോൺ സാർ. വളരെ സന്തോഷത്തോടുകൂടി ബഹുമാനപ്പെട്ട സാറിനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അഡ്വക്കേറ്റ് GM ഇടുക്കള സർ, സാറിനെ താരതമ്യം ചെയ്യിപ്പിക്കാനോ അല്ലെങ്കിൽ വാക്കുകൾ കൊണ്ട് പറയുവാനോ എൻ്റെ കയ്യിൽ വാക്കുകൾ പരിമിതിയാണ്. ഈ കോളേജിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും സാറ് സസൂക്ഷ്മം നോക്കിക്കാണുകയും ഈ കോളേജിൻ്റേതായിട്ടുള്ള ഡെവലപ്മെൻറ്റ്സിന് സാറിൻ്റേതായിട്ടുള്ള വ്യക്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്യും. ഇതിൻ്റേതായിട്ടുള്ള ഗോൾഡൻ ജൂബിലിയുടേതായിട്ടുള്ള ഉദ്ഘാടന സമയത്ത് ബഹുമാനപ്പെട്ട സാറ് പറഞ്ഞിരുന്നു, നമ്മൾ ഇനിയും പോകേണ്ടത് ഒരു MPhil കോഴ്സിലേക്ക് ആയിരിക്കണം. ഒരു പുതിയ കോഴ്സ് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വേണം. സാറ് സജസ്റ്റ് ചെയ്തത് ഒരു MPhil കോഴ്സാണ്. MPhil കോഴ്സ് കൊണ്ടുവരികയാണെങ്കിൽ സാറ് പറഞ്ഞു 1 ലക്ഷം രൂപ അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സാറ് തന്നുകൊള്ളാം എന്ന് സാറ് അന്ന് പറയുകയുണ്ടായി. എന്നാൽ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഇപ്പോഴ് വന്നിരിക്കുന്നു. നമ്മുടെ ജോർജ് അലക്സ് സാറൊക്കെ അതിനെക്കുറിച്ച് അപഗ്രഥിച്ച് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി MPhil കോഴ്സിനുള്ള സാധ്യതകൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ വിരളമാകുന്നു. അതുകൊണ്ട് നമുക്ക് ആരായാൻ പറ്റുന്നത് ഒന്നുകിൽ ഒരു MCom കോഴ്സ്, അല്ല എങ്കിൽ ചങ്ങനാശ്ശേരി SB കോളേജിലെ പോലെ എയ്ഡഡ് സ്ട്രീമിൽ തന്നെ ഒരു MBA കോഴ്സ് ആരംഭിക്കുവാനായിട്ടുള്ള സ്റ്റെപ്പുകൾ ആരംഭിക്കുകയാണെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അത് നല്ലതായിരിക്കും. അതിനു വേണ്ടുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും ഡിപ്പാർട്ട്മെൻറ്റ് കൈത്താങ്ങലായിരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ബഹുമാനപ്പെട്ട GM ഇടുക്കള സാറിനെ ഭക്തി ആദരപൂർവം ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഇടവക വികാരി തോമസ് മാത്യു അച്ഛന് ഈ വർഷമാകുന്നു ഈ ഇടവകയിൽ ചാർജ് എടുത്തത്. ചാർജ് എടുത്ത 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ അവിചാരിതമായിട്ട് പ്രിൻസിപ്പളിൻ്റെ റൂമിലെത്തിയപ്പോൾ തോമസ് മാത്യു അച്ഛൻ അവിടെ ഉണ്ട്. അപ്പോൾ അച്ഛൻ എത്രമാത്രം നമ്മുടെ കോളേജുമായിട്ട് കൺസേൺഡ് ആയിരിക്കുന്നു. അച്ഛൻ്റെ പ്രസൻസ് ഈ യോഗത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ വിലമതിക്കുന്നു. ബഹുമാനപ്പെട്ട അച്ഛനെ വിനയത്തോടുകൂടി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. റോബിൻ അച്ഛനെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ യോഗത്തിൽ ആശംസകൾ അർപ്പിക്കുന്നത് തോമസ് വർഗീസ് സാർ 1968 നമ്മുടെ ഫസ്റ്റ് ബാച്ചിലെ BCom സ്റ്റുഡൻ്റാണ്. സാറിനെ വളരെ അഭിമാനത്തോടുകൂടി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഐസക് എബ്രഹാം സാർ, ഈ കോളേജിലെ അധ്യാപകൻ,
ഇപ്പോൾ ട്രഷറർ, an approachable personality. നമുക്ക് എന്ത് കാര്യം വേണമെങ്കിലും സധൈര്യം ചെന്ന് പറഞ്ഞ് സാറിന് അത് റീസണബിൾ എന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നീട് ഒന്നും ആലോചിക്കാതെ വളരെ കൃത്യതയോടുകൂടി നടത്തിത്തരുന്ന ഒരു മാന്യദേഹം. ഈ സോളാർ പ്രോജക്റ്റുമായിട്ട് ബഹുമാനപ്പെട്ട സാറിനെ സമീപിച്ചപ്പോൾ സാറിൻ്റെ അടുത്ത് പറഞ്ഞു, ഇത് ഗോൾഡൻ ജൂബിലി പ്രോജക്റ്റാണ്, നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അലൂമിനീസാണ് ഇതിന് സ്പോൺസർ ചെയ്യുന്നത്, അതുകൊണ്ട് നമുക്കൊരു 10 kV കപ്പാസിറ്റി ഉള്ള സോളാർ സിസ്റ്റം വെക്കണം. പക്ഷേ അലൂമിനി മാക്സിമം കളക്ട് ചെയ്യുവാനായിട്ട് കഴിഞ്ഞത് 8 ലക്ഷം രൂപയാണ്. അതൊരു ചെറിയ തുകയല്ല, അഭിമാനത്തോടു കൂടി പറയുന്നു. എന്നാൽ ഐസക് സാറിൻ്റെ അടുത്ത് പറഞ്ഞു, ഇതിനകത്തുള്ള ഒരു പ്രോജക്റ്റ് മതി എന്ന് പറഞ്ഞപ്പോൾ സാറ് പറഞ്ഞത്, ഒരു കാരണവശാലും നടക്കില്ല റിജി, ഇത് നടക്കണമെങ്കിൽ ഒരു 10 kV പവർ എങ്കിലും നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിന് ഉണ്ടെങ്കിൽ മാത്രമേ ഈ പ്രോജക്റ്റ് നമ്മൾ വെച്ചതുകൊണ്ട് പ്രയോജനമുള്ളൂ. ചുമ്മാതൊരു ഗോൾഡൻ ജൂബിലിയുടെ പ്രോജക്റ്റ് വെക്കുക എന്നുള്ളതല്ല, ഇതുകൊണ്ട് എന്താണ് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിന് ലോങ് ടേമിൽ ഇതുകൊണ്ടുണ്ടാക്കുന്ന മെറിറ്റ്. അങ്ങനെ സാറിൻ്റെ ഇനിഷ്യേറ്റീവ് ആകുന്നു ഇത് 10,62,000 രൂപ മുതൽ മുടക്കി എന്ന് പറഞ്ഞാൽ 2,62,000 രൂപ മാനേജ്മെൻറ്റ് കോൺട്രിബ്യൂട്ട് ചെയ്ത് ഇവിടെ സ്ഥാപിച്ചത്. സാറിൻ്റെ പ്രവർത്തനങ്ങൾ ഇവിടുത്തെ പൂർവ്വ അധ്യാപകൻ എന്നുള്ള രീതിയിലും ഇപ്പോൾ ഇവിടുത്തെ ട്രഷറർ എന്നുള്ള നിലയ്ക്കും നമുക്കെല്ലാം അഭിമാനിക്കാവുന്നതാണ്. ബഹുമാനപ്പെട്ട സാറിനെ വളരെ വിനയത്തോടുകൂടി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അഭിമാനം, കൊമേഴ്സ് അലൂമിനിയുടെ വൈസ് പ്രസിഡന്റ്, എല്ലാ കാര്യങ്ങൾക്കും തൻ്റേതായിട്ടുള്ള വ്യക്തമായിട്ടുള്ള അഭിപ്രായമുള്ള വ്യക്തിത്വം. ഏത് രാത്രിയിൽ വിളിച്ചാലും സാറ് എന്ത് സംശയങ്ങൾ ചോദിച്ചാലും, ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് സംശയങ്ങൾ ചോദിച്ചാലും വളരെ തന്മയത്വത്തോടുകൂടി മറുപടി പറയുന്ന വ്യക്തിത്വം. കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പൂർവ്വ അധ്യാപകൻ, നമ്മുടെ എല്ലാം ആയിട്ടുള്ള ഡോക്ടർ മാമൻ സക്കറിയ സാറാണ് ആശംസകൾ പറയുവാനായിട്ട് എത്തിയിട്ടുള്ളത്. ബഹുമാനപ്പെട്ട സാറിനെ വളരെ ആദരപൂർവം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് ബെന്നി പുത്തൻ പറമ്പിൽ സാറ് PTയുടേതായിട്ടുള്ള സെക്രട്ടറി ആകുന്നു, PTയുടേതായിട്ടുള്ള വൈസ് പ്രസിഡൻ്റ് ആകുന്നു. സാറ് ഈ കോളേജിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ഒരു അധ്യാപകൻ കോളേജിൽ വരുന്നത് പോലാണ് സാർ ഈ കോളേജിൽ വരുന്നത്. മിക്കവാറൊക്കെ ഞാൻ ഓഫീസിൽ ചെല്ലുമ്പോൾ സാറിൻ്റേതായിട്ടുള്ള സാന്നിധ്യം അവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ സാർ അത്രമാത്രം ഈ കോളേജിനെ സ്നേഹിക്കുന്നു. സാറിനെ ഈ യോഗത്തിലേക്ക് വിനയപുരസ്സരം സ്വാഗതം ചെയ്യുന്നു. മലയാള അധ്യാപകൻ, നമ്മുടെ ജനറൽ അലൂമിനിയുടേതായിട്ടുള്ള സെക്രട്ടറി, കൊമേഴ്സിൻ്റെതായിട്ടുള്ള ഒരു വലിയ അടുത്ത സ്നേഹിതൻ ലിബൂസ് ജേക്കബ് എബ്രഹാം സാറ് ആശംസകൾ പറയുവാനായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. സാറിനെ വിനയത്തോടുകൂടി സ്വാഗതം ചെയ്യട്ടെ. അടുത്തതായിട്ട് സ്വാഗതം ചെയ്യുവാനുള്ളത് പൂർവ്വ കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പൂർവ്വ HOD പണിക്കർ സാർ, പൂർവ്വ അധ്യാപകർ, അവരുടേതായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ റിസൾട്ടാകുന്നു ശരിക്ക് ഈ തലമുറ അനുഭവിക്കുന്നത്. എപ്പോഴൊക്കെ നമ്മൾ അലൂമിനിയെ വിളിക്കുമ്പോഴും അപ്പോഴൊക്കെ അവരുടേതായിട്ടുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ച് ഞങ്ങളടുത്ത് പറയാറുണ്ട്. സാറ് പൂർവ്വ അധ്യാപകരെ ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കോളേജിൻ്റെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡ്സ് ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. എല്ലാവരെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അധ്യാപകർ
ഡിഫറൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെ അധ്യാപകർ പങ്കെടുക്കുന്നുണ്ട്. അവരെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, 1968 ഞങ്ങളെ ഫസ്റ്റ് ബാച്ചിലെ വിദ്യാർത്ഥികൾ വളരെ അഭിമാനപൂർവം പ്രായത്തേക്ക് മറികടന്ന് ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഡിപ്പാർട്ട്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എത്രമാത്രം ഈ ഡിപ്പാർട്ട്മെൻറ്റിനെ സ്നേഹിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. വളരെ വിനയത്തോടുകൂടി നിങ്ങളെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഡിപ്പാർട്ട്മെൻറ്റിൻ്റേതായിട്ടുള്ള ഒരു ഷോർട്ട് റിപ്പോർട്ട് അവതരിപ്പിക്കുന്നത് ജയ ജേക്കബ് ടീച്ചറാണ്. ഇന്ന് ഈ യോഗത്തിൻ്റേതായിട്ടുള്ള ഔട്ട് ഓഫ് താങ്ക്സ് പറയുന്നത് ജീതു റേച്ചൽ മാത്യു ആണ്. ഇവരെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ യോഗത്തിൻ്റെ അല്ലെങ്കിൽ ഈ പ്രോഗ്രാമിന് എൻ്റെയറായിട്ടുള്ള കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യുവാനായിട്ട് ഒരു കോർഡിനേറ്റർ ഉണ്ടായിരുന്നു. വളരെ ചുറുചുറുക്കോടുകൂടി പ്രവർത്തിച്ച കോർഡിനേറ്റർ ഡോക്ടർ ലീന കെ ചെറിയാനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഡിപ്പാർട്ട്മെൻറ്റിലെ അധ്യാപകരില്ല എങ്കിൽ ഇത്രയും കാര്യങ്ങൾ ഭംഗിയോടുകൂടി നടക്കുക എന്നുള്ളത് വളരെ പ്രയാസമാണ്. ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കോർഡിനേഷൻ വാക്കുകൾക്കതീതമാണ്. എന്ത് പറഞ്ഞാലും വളരെ ചുറുചുറുക്കോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു പറ്റം അധ്യാപകർ, നല്ല മിടുക്കുള്ള ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ റെപ്രസെൻ്റ് ചെയ്ത് ആരും ഇവിടെ ഇല്ല എങ്കിൽ തന്നെ നിങ്ങളെ ഈ യോഗത്തിലേക്ക് വളരെ വിനയത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ പ്രോഗ്രാമൊക്കെയും ഇന്ന് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് ടെലികാസ്റ്റ് ചെയ്യുന്നത് ഞങ്ങളുടെ പൂർവ്വ വിദ്യാർത്ഥി ഈ യോഗത്തിലേക്ക് വളരെ വിനയത്തോടുകൂടി സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു റെജി സർ. മലങ്കര മാർത്തോമ സുറിയാനി സഭയുടെ പരമാധ്യക്ഷനും കോഴഞ്ചേരി സെയിൻറ്റ് തോമസ് കോളേജിൻ്റെ മാനേജറുമായ അഭിവന്ദ്യ ഡോക്ടർ ജോസഫ് മാർത്തോമ മെത്രാപ്പൊലിത്ത അനിവാര്യമായ പ്രായോഗികതയും സൂക്ഷ്മമായ ദീർഘവീക്ഷണവും അതിനെല്ലാം ഉപരി ഊഷ്മളമായ സൗഹൃദവും കൊണ്ട് സഭയെയും സമൂഹത്തെയും പ്രചോദിപ്പിക്കുന്ന നവതിയുടെ നിറവിൽ നിൽക്കുന്ന ഇടയശ്രേഷ്ഠൻ്റെ സാന്നിധ്യം നമുക്ക് ഏറെ സന്തോഷം നൽകുന്നു. അഭിവന്ദ്യ തിരുമേനിയുടെ വാക്കുകൾക്കായി നമുക്ക് കാതോർക്കാം. ബഹുമാനപ്പെട്ട കോളേജ് പ്രിൻസിപ്പൽ, ആദരണീയനായ ഡിപ്പാർട്ട്മെൻ്റൽ ഹെഡ് ഓഫ് ദ കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ്, പ്രിയപ്പെട്ട അധ്യാപകരെ, അനധ്യാപകരെ, പൂർവ്വ വിദ്യാർത്ഥികളെ, സുമനസ്സുകളെ, ഏവർക്കും സ്വാഗതവും ആശംസയും അറിയിക്കട്ടെ. ഈ സമയത്ത് എനിക്ക് ഇവിടെ ഇരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്ന വ്യക്തിത്വം 50 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് ആരംഭിക്കുമ്പോൾ അതിൽ നേതൃത്വം വഹിച്ചിരുന്ന മാത്യു വർഗീസ് സാറിൻ്റെയാണ്. അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ആരോഗ്യസ്ഥിതിയിൽ അദ്ദേഹത്തിന് വന്നു ചേരുവാൻ നിർവാഹമില്ലെങ്കിൽ അറിവിൻ്റെ ഖേദമുണ്ടെങ്കിലും അവർക്ക് അദ്ദേഹം കൊടുത്തതാണ് ദീർഘായുസ്സിനെ ഓർത്തു. കുടുംബജീവിതത്തിൽ അവർക്ക് ഒരുമിച്ച് നൽകിയതാണ് ദീർഘായുസ്സിനെ ഓർത്തു. ഈ സമയത്ത് ക്ഷീണാവസ്ഥയിലെങ്കിലും കൊടുത്തിട്ടുള്ള ക്രമങ്ങളെ ഓർത്തും ദൈവത്തെ ഞാൻ മഹത്വപ്പെടുത്തുന്നു. അദ്ദേഹത്തിൻ്റെ സേവനങ്ങൾ പലർക്കും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നതാണ്. എങ്കിലും ഈ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഈ വളർച്ചയ്ക്ക് മുഖ്യ കാരണക്കാരൻ
അദ്ദേഹമാണെന്ന് ഞാൻ പറയുന്നതിൽ എനിക്കൊട്ടും അതിശോക്തിയില്ല. അവരൊരു ഉത്തമ സാക്ഷ്യം എനിക്കുണ്ട്. അഡ്വക്കേറ്റ് തമ്പി, യാതൊരു സംശയം കൂടാതെ പറയുവാൻ കഴിയും. വളരെ പ്രതികൂലങ്ങളെ തരണം ചെയ്താണ് ഞാനിവിടെ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ മാനേജരായിരുന്നപ്പോൾ ചെറിയ സാറിൻ്റെ കാലത്ത് ആരംഭിച്ചു. സൈമൺ സാറിൻ്റെ കാലത്ത് കൂടെ നടന്നു. അത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിൻ്റെ പിൻഗാമി വന്ന് ചാർജ് എടുക്കുന്ന സമയത്ത് ഞാൻ ചുമതല വിട്ടു. ആ കാലഘട്ടത്തിൽ അതിന് മുമ്പ് മുരടിച്ച് കിടന്നതാണ് ഈ കോളേജിൽ പുതിയ കോഴ്സസ് ആരംഭിക്കുന്നതിന് ദൈവം ഇടയാക്കിയത്. അതിലൊന്നത്രേ കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ്. കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ വളർന്നതും അതാണ്. എന്നാൽ മിസ്റ്റർ തമ്പി, അഡ്വക്കേറ്റ് തമ്പി ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷെ അത് ഫലവത്തായില്ല. ഒരു ലോൺ ഡിപ്പാർട്ട്മെൻറ്റ് കൂടെ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളാമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ലോ കോളേജിൻ്റെ ആവശ്യം കോളേജിൽ എന്തിനാണെന്ന് പോലും ചിന്തിക്കുന്ന ആളുകൾ അക്കൂട്ടത്തിലുണ്ടായിരുന്നതുകൊണ്ട് അത് ഫലമടിഞ്ഞില്ല. പോകട്ടെ, കഴിഞ്ഞതിനെക്കുറിച്ച് വിലപിക്കുന്ന അർത്ഥമില്ല. ഇന്ന് അലുമിനിയുടെ സൽപ്രേരണയിലും സഹായത്തിലും 10 ലക്ഷം രൂപയിലധികം ചെലവ് ചെയ്ത് ഒരു സോളാർ പാനൽ ഇവിടുത്തെ എനർജി സെൽഫ് സഫിഷ്യൻസിക്ക് വേണ്ടി രൂപവൽക്കരിക്കുവാനിടയായതിലും അത് ഡെഡിക്കേറ്റ് ചെയ്യാനായിട്ടും അത് സ്ഥാപനയ്ക്കും ജനങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കാനിടയായി അതിയായും ഞാനും സന്തോഷിക്കും. മുൻകാലങ്ങളിൽ കൊമേഴ്സ് എന്ന് പറഞ്ഞാൽ എന്നെ പഠിക്കാൻ അത് ട്രഡീഷണൽ സബ്ജക്ട്സിന് മാത്രം ഊന്നലുണ്ടായിരുന്ന കാലഘട്ടത്തിലാണത് ഈ കോളേജ് ആരംഭിച്ചത്. മധ്യനാഗൂർ അതിനു മുമ്പ് ഉണ്ടായിരുന്ന അവസ്ഥ നമ്മൾ ഓർക്കണം. ഇവിടെ കോഴഞ്ചേരിയിലുമൊക്കെയുള്ള ആളുകൾ ഉന്നത വിദ്യാഭ്യാസം വേണമെങ്കിൽ, ഈവൻ കോളേജ് വിദ്യാഭ്യാസം വേണമെങ്കിൽ കോഴഞ്ചേരി ചന്തക്കടവിൽ നിന്ന് കമ്പനി വെള്ളത്തെ കയറി കോട്ടയത്തും എറണാകുളത്തും പോയെങ്കിലും സാധ്യമുള്ളതായിരുന്നു. ബസ്സില്ല, മറ്റു ട്രാൻസ്പോർട്ടൊന്നുമില്ല. റാന്നിയിൽ നിന്ന് ആരംഭിക്കുന്ന കമ്പനി വെള്ളം കോഴഞ്ചേരിയിൽ വന്ന് നടത്തിട്ട് അതിൽ ആ വെള്ളത്തിൽ കയറി ഉണങ്ങി വിദ്യാഭ്യാസ സ്ഥാപനം പോയ കാലഘട്ടമുണ്ട്. അതിനെ പിന്തുടർന്ന ഒരു കാലഘട്ടം 1918 ഇങ്ങനെ പോയി പഠിച്ചതായുള്ള ചില വിദ്യാർത്ഥികൾ മദ്രാസ് ക്രിസ്ത്യൻ കോളേജിലും ട്രിച്ചി സെൻറ്റ് ജോസഫ്സ് കോളേജിലും ചിലർ ചെന്നൈയിൽ ചെന്നിട്ട് ട്രെയിൻ കയറി നാഗ്പൂരിലെ ഹിൽസപ്പ് കോളേജിലും പോയി പഠിക്കാൻ തുടങ്ങി. പോസ്റ്റ് ഗ്രാജുവേഷൻ ബിരുദമൊക്കെ അവർ നേടിയപ്പോൾ മദ്രാസ് ക്രിസ്ത്യൻ കോളേജിലുള്ള ചില അധ്യാപകർ യൂണിവേഴ്സിറ്റിയോട് പറഞ്ഞു, വളരെ റിസോഴ്സ്ഫുൾ ഹ്യൂമൻ റിസോഴ്സുള്ള ഒരു സ്ഥലമാണ് സെൻട്രൽ ട്രാവൻകൂർ. അതുകൊണ്ട് അവിടെ കോളേജ് തുടങ്ങിയാൽ നല്ലതാണ്.
അതിന് പോസ്റ്റ് ഗ്രാജുവേറ്റ് വിദ്യാർത്ഥികളോട് ഞങ്ങളുടെ ജീവിതം ഞങ്ങൾ ഒടുക്കി വെക്കാവുന്നത്. അതിന് പ്രകാരമായ 1918 മദ്രാസ് യൂണിവേഴ്സിറ്റിയുടെ കമ്മീഷൻ തിരുവല്ലായിരുന്നു. കോഴഞ്ചേരി ചന്ത ഒരെണ്ണം സ്ഥാപിച്ചിറക്കുള്ള സർക്കാർ വന്നപ്പോൾ അത് വേണ്ടെന്ന് പറഞ്ഞ ആളുകളായിരുന്നു ആദ്യം ഇവിടെ ഉണ്ടായിരുന്നു. അവർ പിന്നെ കോളേജ് തുടങ്ങാൻ സമ്മതിക്കുമോ തരുമില്ലായി. ഞങ്ങൾക്കതിന് കഴിവില്ല, ഒരു ദീർഘവീക്ഷണമില്ല, ആത്മവിശ്വാസം. അത് വേണ്ട എന്ന് പറഞ്ഞു വിട്ടു. ഒന്നാന്തരം സ്ഥലം തിരുവല്ലായി. ഇപ്പോൾ പുഷ്പയിരിക്കുന്ന കുന്ന് മൊട്ടക്കുന്നായിട്ട് കിടക്കുന്നു. സ്ഥലത്തിനൊരു പ്രയാസമില്ല. അധ്യാപകരായിട്ട് ഹ്യൂമൻ റിസോഴ്സസ് സമയത്ത് ഇതെന്താ വേണ്ടിയ വിദ്യാർത്ഥികൾ കോളേജ് തുടങ്ങിയാൽ പഠിക്കാനും ഉണ്ടായിരിക്കും. കമ്പനികളൊക്കെ കയറി പോകേണ്ട കാര്യമില്ല. പക്ഷെല്ലാത്ത ഒരു സെൽഫ് അപ്രീസിയേഷൻ ഇല്ലാത്തതുകൊണ്ട്, കഴിവില്ലാത്തതുകൊണ്ട് ഞാൻ പറയുകയില്ല, പണമില്ലായ്മ കൊണ്ടല്ല, സെൽഫ് അപ്രൈസൽ ഇല്ലാത്തതുകൊണ്ട് വേണ്ടാന്ന് പറയും. മദ്രാസ് യൂണിവേഴ്സിറ്റിയെ വീണ്ടും സമീപിച്ചു. അപ്പോൾ ശ്രീമൂല മഹാരാജാവ് പറഞ്ഞു, ആലുവയിൽ ഒരു പഞ്ചായത്ത് പുരയിടമുണ്ട്, അത് നിങ്ങളെ ഏൽപ്പിക്കാം, നിങ്ങളവിടെ കോളേജ് നടക്കാം. അങ്ങനെ തുടങ്ങിയ കോളേജാണ്, അവർ തുടങ്ങിയ കോളേജാണ് ആലുവ UC കോളേജ്. 2 മാർത്തോമാക്കാർ, അയ്യൂർ സ്വദേശിയായിരുന്ന CP മാത്യു സാർ, അയ്യൂരച്ഛൻ്റെ മകൻ, കോട്ടയം സ്വദേശിയായ വിറ്റിര സാർ, ഈ ഗ്രൂപ്പിൻ്റെ മുഖ്യ സ്ഥാനത്ത് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ കാലഘട്ടത്തിൽ പട്ടത്താടുമുള്ള പ്രസിഡൻ്റായിരുന്നതിന് ഒന്നാമനായി നിന്ന് പ്രവർത്തിച്ചത് അന്നത്തെ മത സാമൂഹിക ഘടനയിൽ ആവശ്യമായിരുന്നവരായിരുന്നു മിസ്റ്റർ TM വർഗീസായി. മാർത്തോമാക്കാർ മാർത്തോമാസഭ ഒരു ചെറിയ സഭ. നാലെ മുഖ്യധാരയിലേക്ക് അവർ ക്ഷണിച്ചത് അവരുടെ സഹപാഠികളായത് 2 ആളുകളെയാണ്. അതാരത്തി ചോദിച്ചാൽ KC ബാബൻ മാപ്പിളയുടെ സഹോദരൻ KC ചാക്കോ സാറും പ്രൊഫസർ A വർക്കിയിലായി. സുരാരി സഭയുടെ പ്രതിനിധികളായിട്ട്. അവരോട് ചേർന്ന് മദ്രാസിലുണ്ടായിരുന്ന കുറേ സഹപാഠികളായിരുന്ന ബ്രാഹ്മണ അധ്യാപകരെ അരുവാബ് തുടങ്ങിയക്കാർ, TS വെങ്കട്ടരാമൻ, ആദ്യമായ കണക്കും ശാസ്ത്രവിഷയങ്ങളിലെ നിപുണന്മാരായ ആളുകൾ. മലയാളി അധ്യാപകരായിരുന്ന കുറ്റിപ്പുഴ കൃഷ്ണപിള്ള, അദ്ദേഹം ഒരു ദൈവവിശ്വാസിയല്ലായിരുന്നു. എങ്ങനെ ഈ വിശ്വാസികളോട് ചേർന്നു ഇന്നായിരുന്ന ധ്വനിയിൽ സോഷ്യൽ മീഡിയയിൽ എഴുതിയിൽ അങ്ങനെയുള്ളവരെ കൂടെ ചേർത്ത് എന്തിനാണ് ഉണ്ടാക്കിയത്? വിവരമില്ലാത്ത ഞാൻ അവരെക്കുറിച്ച് പറയുന്നു.
അതിന് ശേഷമാണ് ആംഗ്ലേയ സഭയുടെ പ്രതിനിധികളായിട്ട് 2 പേര്, അവരും പുല്ലാട്ടുകാരായിരുന്നു. അവിടുത്തെ സഹാധ്യാപകരായി വിദ്യാർത്ഥികളായിരുന്നു. രാമർതൊട്ടിയിൽ പ്രൊഫസർ ടി വി നൈനാനും അദ്ദേഹത്തിൻ്റെ സഹോദരൻ ടി വി തോമസ്. അങ്ങനെ മധ്യ തിരുവിതാംകൂറിന് തിരുവല്ലയിൽ ഉദയം ചെയ്യേണ്ട കോളേജിൽ പെരിയാർ കടന്നുപോയി. എങ്കിലും ഇന്നും അത് വിരാജിക്കും. എന്താ ആ ആലുവ കോളേജിൻ്റെ ഭാവി കോടതിയിൽ വിവാദമായിട്ടിരിക്കുക. മറ്റന്നാളാണ് അതിൻ്റെ ഒരു അവധി. അതിൻ്റെ ഭരണഘടന തന്നെയും സ്പോൺസർ സഭകൾ അറിയാതെ മാറ്റി മാഫിയ കയ്യിലാക്കിയിരിക്കുക. ഇപ്പോൾ അഭിപ്രായം മൂത്ത് പറയുന്നത് ഹാരിസൺ കോറസ്ഫീൽഡ് എസ്റ്റേറ്റ് വില കൊടുത്ത് വാങ്ങിച്ചത് ബിലീവേഴ്സ് ചർച്ച്. സർക്കാർ പറയുന്നത് അവരുടെ ഭൂമിയത്. ആ കാലം മാറുമ്പോഴുള്ള നിയമങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ മാഫിയ ഇപ്പം പറയുന്നത് പഞ്ചായത്ത് പുരയിടം ശ്രീമുഖം തിരുനാൾ ദാനമായിട്ട് കൊടുത്തതാണ് സഭകൾ. അതുകൊണ്ട് ഇപ്പോഴത്തെ ഭരണക്കാർക്കത് സർക്കാരിന് സ്ഥലം കൊടുക്കാം, സഭകളെ ഏൽപ്പിക്കാൻ പാടില്ല. കോടതിയിൽ വിചാരണയിലിരിക്കും. കോടതി തീരുമാനിക്കും. ഇതാണ് ഇന്നത്തെ അവസ്ഥ. അങ്ങനത്തെ പശ്ചാത്തലം ഉണ്ടായത് വാസ്തവം പറഞ്ഞാൽ നമ്മൾ പരാജയപ്പെട്ടാണ്. ചെയ്യേണ്ട കാര്യം ചെയ്യേണ്ട സമയത്ത് ചെയ്യാൻ ചെയ്തുകൊണ്ട് അത് കെട്ടിക്കുന്നില്ല. ഈ കോളേജിൻ്റെ വളർച്ചയ്ക്ക് അധ്വാനിച്ച എല്ലാ അധ്യാപകരെയും ഞാൻ ഈ സമയത്ത് ഓർക്കും. ഇതിന് കാരണഭൂതരായിട്ട് ഞാൻ 3 പേരെയാണ് കാണുന്നത്. ഇതിന് ഒന്ന് യോഹാനൻ ഭർത്തമാ പത്രാപ്പടിത്ത, രണ്ടാമത് കുറുന്തോട്ടിക്കിഴച്ചൻ, മൂന്നാമത് വയ്യാനൻ മിസ്റ്റർ ജോർജ്. 3 പേരുടെയും പണം അത് പ്രിൻസിപ്പൽസ് ഓഫീസിലിരിപ്പുണ്ട്. കുറുന്തോട്ടിക്കിഴച്ചൻ ഈ ഇതിനുവേണ്ടി അധ്വാനിച്ച് സെൻറ് തോമസ് കോളേജ് സ്കൂൾ, സെൻറ് മേരീസ് സ്കൂൾ, കോഴഞ്ചേരി പള്ളി, ഈ കോളേജ് ഇതിനുവേണ്ടി അധ്വാനിച്ചതിൻ്റെ ഒരു 5% കുടുംബകാര്യങ്ങൾക്ക് വേണ്ടി ശ്രദ്ധിച്ചിരുന്നത് വരികിൽ ഇന്ന് ഏറ്റവും വലിയ ധനവാന്മാരായിരിക്കുന്ന മുത്തൂറ്റുകാരെക്കാളും ധനവാനായിരുന്നു. ഞാൻ പറയും, ഈ കോളേജ് ഇവിടെ വന്നതുകൊണ്ടാണ് മുത്തൂറ്റ് ആ ബിസിനസ് സംരംഭത്തിന് തന്നെ ഇന്നത്തെ നില അവർ അംഗീകരിച്ചാലും കൊള്ളാം, ഇല്ലേലും കൊള്ളാം. എന്താ വെച്ചാൽ ജോലി അംഗീകരിക്കുന്നത്, ബാക്കിയുള്ള തലമുറ അംഗീകരിക്കുമെന്ന് എനിക്കറിയത്തില്ല. വളർച്ചയ്ക്ക്, ദേശത്തിൻ്റെ വളർച്ചയ്ക്കിടയായത് കൊച്ചു മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ ത്യാഗം, അദ്ദേഹം കോഴഞ്ചേരി സെൻറ് തോമസ് സ്കൂളിൻ്റെ വടക്കേ വിങ്ങിൻ്റെ വരാന്തയിൽ ഒരു മറയുണ്ടാക്കിയാണ് താമസിച്ചിരുന്നത്. ഗൾഫിലൊക്കെ പോയിട്ട് വരുന്ന ചെമ്പാർ പറയുന്നത് നമുക്ക്
എന്തെല്ലാം സൗകര്യമുള്ള പാഴ്സൽ ചെയ്താൽ വേണ്ടി അവർ സഭയ്ക്ക് സമൂഹത്തിന് എന്താ കോൺട്രിബ്യൂട്ട് ചെയ്തു. എനിക്കറിയാം എടത്തൂര് വരച്ചൻ പൊഴിച്ചു വന്നു. അദ്ദേഹം 1-ാം നിലയിൽ വാട്ടർ ടാങ്ക് ഉണ്ടാക്കി. എന്തിന്? വെള്ളം സംഭരിക്കാനില്ല, കുളിക്കാനൊരു കുളമുണ്ടാക്കി. അത് വേണ്ട ഫൗണ്ടേഷൻ കൊടുത്തില്ല. ഈ വെള്ളത്തിൻ്റെ വെയിറ്റ് കൊണ്ടുപോയിട്ടുണ്ട്. ഇപ്പോൾ അവിടെ വിറകളി വെച്ചിരിക്കുക. ഭാവിയെ കൂടെ കണ്ടുകൊണ്ട് വേണം അടിസ്ഥാനം ഇടാനും വളരുവാൻ. ഏതായാലും കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് വളർച്ചയിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. ഞാനിവിടെ മാനേജരായിരുന്ന കാലഘട്ടത്തിലാണ് അതിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കുവാനായിട്ടും ഇവിടെയുള്ള മറ്റു ചില കെട്ടിടങ്ങൾ പൂർത്തിയാക്കുവാനായിട്ട് സാധിച്ചു. സന്തോഷം, അഭിമാനമുണ്ട്. അത് സഹകരിച്ച എല്ലാവരോടുമുള്ള അഭിനന്ദനം ഞാൻ അറിയുന്നത്. നന്ദി പറയുന്ന കുട്ടികളത്തിനെതിരാണ്. അവരോട് നന്ദി പറയേണ്ട കാര്യമില്ല, അവരവരുടെ ചുമതല നിർവഹിച്ചതേ ഉള്ളൂ. പക്ഷെ അവരെക്കുറിച്ച് ഞാൻ അഭിമാനം കൊള്ളും. തുടർന്നുള്ളതായ പ്രവർത്തനങ്ങളിൽ ഡിപ്പാർട്ട്മെൻറ്റിന് ഞാൻ ഭാവുകങ്ങൾ ആശംസിക്കുന്നു. അതുപോലെ തന്നെ സോളാർ സിസ്റ്റത്തിൻ്റെ ഡെഡിക്കേഷനോടൊപ്പം യുവാനിക്ക് മീറ്റിങ്ങിൻ്റെ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കും. We are honored by your presence and words in this occasion. Thank you, respected Thirumeni. Now, I request Dr. J.R. Jacob M. to present the Golden Jubilee Report. Most respected Manager, His Grace, Most Benevolent, Reverend Dr. Joseph Mathoma Metropolitan, respected Principal, Dr. Matthew P. John, Honorable Head of the Department, Professor Reggie Ketarian, dignitaries on and off the dais, my fellow colleagues, and my dear loving teachers. Greetings in the name of the Lord Jesus Christ, who continues to show us extraordinary favors at all times, especially in this testing period. I would like to take this opportunity to present a brief report about our Golden Jubilee celebrations activities of our prestigious PG and Research Department of Commerce, St. Thomas College, Korancheri. 8th of December 2016 was a momentous day in the history of PG and Research Department of Commerce, St. Thomas College, Korancheri, because it was on this day that the Jubilee logo was officially released by our most beloved patron Thirumeni, His Grace, Most Reverend Dr. Joseph Mathoma Metropolitan, and in turns hand over to our Honorable Kerala Finance Minister, Dr. Thomas Isaac, a leading economist who is serving as the Minister of Kerala. Golden Jubilee Inauguration Ceremony. At 2 p.m. on 3rd October 2018, the Most Reverend Dr. Joseph Mathoma, the 21st Malangara Metropolitan, was kindly pleased to inaugurate the Golden Jubilee celebrations of PG and Research Department of Commerce by ceremoniously lighting the lamp which kick-started his celebrations. Dr. George Alexander Muthoot, our prominent alumni, the first rank holder of the 1975 batch of our prestigious department, was our keynote speaker. The then college principal, Professor K.C. Zakaria, and the treasurer, Professor Isaac Abraham, and the department alumni vice president, Dr. Maman Zakaria, facilitated the meeting. The meeting was blessed with the presence of honorable retired faculty members, esteemed alumni members, parents, and more than 300 students of the PG and Research Department of our esteemed college. The PG and Research Department of Commerce, St. Thomas College, Korancheri, proposed 7 different Golden Jubilee projects during this Golden Jubilee inauguration ceremony, which are as below. First, hosting an international conference. Second, facilitating a national seminar.
students' outreach programs, installation of a solar power plant project in the PG and Research Department of Commerce, establishment of a career guidance and placement cell, facilitating an impressive professional counseling mechanism in the PG and Research Department of Commerce. Let me take this opportunity to run you through in detail about the proposed 6 Golden Jubilee projects. First, hosting an international conference. The PG and Research Department of Commerce, St. Thomas College, Korancheri, was blessed with the rare privilege to orchestrate and organize an international conference on the 17th January 2019, wherein the theme of international conference was application of digital technology in commerce. This seminar was inaugurated by Mr. Sharing Nankyal from Hong Kong and presided over by our manager, His Grace, Most Benevolent, Reverend Dr. Joseph Mathuma, Metropolitan. The international conference comprised of 4 technical sessions incorporating various relevant areas related to digital technology in commerce. 27 faculty members from different institutes, 67 research scholars, and 32 students from various colleges across the globe presented their papers in this conference. Out of the 126 active participants, 32 published their papers in 2 UGC K-list journals, thereafter and won accolades for the same. The landmark of the 2-day conference came into an end with a voluntary session on the 18th January 2019. Second, facilitating a national seminar. A 2-day national seminar on recent trends in banking and finance was held on 20th and 21st January 2020 respectively in our college campus, organized by the PG Department of Commerce in association with MG University, Kottayam. It was co-sponsored by the Kerala State Financial Enterprises KSFE and the Honorable Management of St. Thomas College, Korancheri. The seminar was inaugurated by Mr. C.A. Jomon K. Jose, Honorable Chairman of CA Institutes of Southern Regions. The seminar covered 4 technical sessions on various topics related to banking and finance. The seminar was culminated with a valedictory note by Mr. C.A. Abraham Zakaria, alumnus and chairman Ms. A. John Morris and Company, Chennai, who graced the seminar by his presence, followed by an invitation talk led by Dr. G. Raju, who was the then Associate Professor of College of Engineering, Trivandrum. Third, student outreach programs. To imbibe social commitment and moral values to our department students, the PG and Research Department of Commerce, St. Thomas College, Korancheri, initiated and undertook several social outreach programs, including visit to government primary schools, undertaking donation of library books to the underprivileged, initiating voluntary contribution and donation for upgrading primary school infrastructure facilities in the neighborhood schools, facilitating cultural programs among students, organizing motivation classes for lower primary students in these schools, apart from organizing quiz programs for school students in the rural areas in the vicinity of St. Thomas College, Korancheri. All these programs were conceptualized by the PG and Research Department of Commerce, St. Thomas College, Korancheri, taking into account the social commitment the institution had from the very initial days of its incorporation. The final year students of our department undertook all these outreach programs to the best of their abilities under the able guidance and supervision of our faculty members. Fourth, installation of solar power plant project in the PG and Research Department of Commerce. Thanks to the wholehearted support and contribution of the PG Department of Commerce and Commerce Alumni Association of St. Thomas College, Korancheri, the long-cherished dream of installing an eco-friendly 10 kV solar power supply system in our college campus has become a reality today. The College Alumni Association is pleased and happy to dedicate this project to the college and upcoming generations in today's function.
I would like to take this opportunity to bring to the kind attention of all that this solar project, costing rupees 10,62,000, has become a reality today solely because of the benevolent funding of rupees 8 lakh, which came from the contribution of the respectful members of the Commerce Alumni Association, and the balance of rupees 2,62,000, which reaches by way of contribution from the respectful management of St. Thomas College, Korancheri. Fifth, establishment of an effective career guidance and placement cell. The PG and Research Department of Commerce is today offering ongoing training sessions in the areas pertaining to group discussion, general knowledge, interview techniques, and placement avenues for the final year degree students, and UGC NET coaching, apart from dedicated mock interview sessions for the PG students on regular basis. The PG and Research Department of Commerce, in association with the College Placement Cell, conducted 2 major job fairs in this campus, which resulted the placement of more than 67 students in different reputed organizations. Since June 2020, the PG and Research Department of Commerce, St. Thomas College, Korancheri, has also embarked on an innovative online e-learning coaching and quiz modules on a daily basis to coach the students for competitive exams in view of the ongoing COVID-19 pandemic. 6. Establishment of an effective career guidance and placement cell for imparting training and skill upgradation of the first-year graduate students. The PG and Research Department of Commerce, St. Thomas College, Korancheri, conducts regular orientation and counseling classes under the able guidance and supervision of professional counselors, including Mr. Lavin K. Cherian and Ms. Renu P. Cherian. Currently, all the first-year students in PG and Research Department of Commerce, St. Thomas College, Korancheri, have enrolled in the above programs for their personality development and skill upgradation of their respective skills. Last but not least, I would like to take this opportunity to sincere thanks each and every 13 faculty members of the PG and Research Department of Commerce, St. Thomas College, Korancheri, without whose sincere contribution, hard work, never say die attitude, prayers, and sincere efforts, the above milestones or dreams rather would never have been a reality as it is today. I hereby take this opportunity to humbly submit this report with gratitude to our beloved manager, His Grace Most Reverend Dr. Joseph Mathoma, Metropolitan, Principal Dr. Matthew P. John, Head of the Department Reggie Kitarian, former HOD Dr. Anthony George, retired faculties, alumni executive members, present faculties, present and students for blessing us in fulfilling our Golden Jubilee Dream projects. Once again, on behalf of the PG and Research Department of Commerce, I thank each and every one of you from the bottom of my heart for making this possible through your prayers, well wishes, and blessings. God blesses us all. Thank you, ma'am. A leader who lights the path and takes those who follows to great heights. We cordially invite our principal and Commerce Department alumnus, Dr. Matthew P. John, for felicitation. Abhinaya Master and Dr. Joseph Mathoma, Metropolitan, Tirumeni, Commerce Vibhagam Medhavi, Professor Reggie K. Cherian, ഈ സമാപന സമ്മേളനത്തിൽ ആശംസകൾ അർപ്പിക്കുന്ന അഡ്വക്കേറ്റ് GM ഇടുക്കിള സാർ, ആദ്യ ബാച്ചിലെ വിദ്യാർത്ഥി തോമസ് വർഗീസ് സാർ, കോളേജ് ട്രഷറർ പ്രൊഫസർ ഐസക് എബ്രഹാം സാർ, അലോമനായി വൈസ് പ്രസിഡന്റ് മാമൻ സെക്രട്ടറി സാർ, PTA പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് ബെന്നി പുത്തൻപറമ്പിൽ, കോളേജിൻ്റെ അലോമിനി അസോസിയേഷൻ സെക്രട്ടറി ലിബൂസ് ജേക്കബ്,
എബ്രഹാം, റോബിൻ അച്ഛൻ, മുൻ അധ്യാപകർ, ഇപ്പോൾ ഇവിടെ വർക്ക് ചെയ്യുന്ന അധ്യാപകർ, വിവിധ ഡിപ്പാർട്ട്മെൻറ്റ് HODs, മെമ്പേഴ്സ്, പ്രിയ സുഹൃത്തുക്കളെ, ഏറെ സന്തോഷത്തോടു കൂടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ 50 വർഷം പൂർത്തീകരിച്ച് ഗോൾഡൻ ജൂബിലി സമാപന സമ്മേളനമാണ് ഇവിടെ നടക്കുന്നത്. ഈ കോളേജിൻ്റെ, ഈ സമൂഹത്തിൻ്റെ വളർച്ചയ്ക്ക് ഈ ഡിപ്പാർട്ട്മെൻറ്റ് വളരെ സഹായിച്ചു എന്ന തിരുമേനിയുടെ വാക്കുകൾ കൂടി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുണ്ട്. ഒരു കാലത്ത് 3-ാം ഗ്രേഡും അല്ലെങ്കിൽ 4-ാം ഗ്രേഡും 4-ാം തരക്കാരായ വിദ്യാർത്ഥികൾ അഡ്മിഷൻ എടുത്ത് പഠിച്ചിരുന്ന കോഴ്സുകൾ ഇപ്പോൾ ഏറ്റവും പ്രാധാന്യമുള്ള ഒന്നായി മാറിയിരിക്കുകയാണ്. കാലോചിതമായി വളരുവാൻ കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിന് സാധിച്ചു എന്നതിൽ അഭിമാനിക്കുന്നു. പണ്ടൊക്കെ ഏറ്റവും ഉഴപ്പന്മാരായ വിദ്യാർത്ഥികൾ, മറ്റ് സയൻസ് വിഭാഗങ്ങളിൽ അഡ്മിഷൻ ലഭിക്കാത്ത വിദ്യാർത്ഥികൾ, കൂടുതലും ആൺകുട്ടികളാണ് കൊമേഴ്സ് അല്ലെങ്കിൽ 4th ഗ്രൂപ്പ് 3rd ഗ്രൂപ്പ് എടുത്ത് പഠനം നടത്തിക്കൊണ്ടിരുന്നത്. എന്നാൽ കാലം അതിനെ തിരിച്ചു മറിച്ചുകൊണ്ട് ഇപ്പോൾ ഏറ്റവും പ്രാധാന്യമുള്ള കോഴ്സ് കൊമേഴ്സ് തന്നെയാണ് എന്നതിൽ നമുക്ക് തർക്കമില്ല. ഇപ്പോഴത്തെ അഡ്മിഷനെ നോക്കിയാൽ ഏറ്റവും കൂടുതൽ മാർക്കുകൾ നേടി ഉള്ള കുട്ടികൾ ആവശ്യപ്പെടുന്നത് BCom ഡിഗ്രിക്കുള്ള അഡ്മിഷനാണ്. കഴിഞ്ഞ വർഷത്തെ അഡ്മിഷന് ഏറ്റവും മെറിറ്റിൽ വന്നതിൽ 93% ഏറ്റവും കുറഞ്ഞ മാർക്ക് ലഭിച്ച വിദ്യാർത്ഥികൾ എന്നതിൽ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അതോടൊപ്പം തന്നെ സയൻസ് എടുത്ത് 12ാം ക്ലാസ് വരെ പഠിച്ച് ഡോക്ടറോ എഞ്ചിനീയറോ ആകുവാൻ ആഗ്രഹിച്ച് പഠിച്ച് സയൻസ് എടുക്കുന്ന വിദ്യാർത്ഥികൾ 12ാം ക്ലാസ് ആകുമ്പോൾ അവർ പറയും ഞങ്ങൾക്ക് BCom വേണം, BComന് അഡ്മിഷൻ വേണമെന്ന് ചിന്തിക്കുന്ന ഒരു സമയമാണിത്. ഇതിൻ്റെ വളർച്ചയിൽ അധ്വാനിച്ച ധാരാളം ആൾക്കാരുണ്ട്. കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് 68 ആരംഭിച്ച് 50 വർഷം പൂർത്തീകരിച്ച ഈ അവസരത്തിൽ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച, ക്ലേശങ്ങൾ അനുഭവിച്ച ധാരാളം ആൾക്കാരുണ്ട്. ഇവിടുത്തെ അധ്യാപകർ, എനിക്കിതിലെ 40 വർഷത്തെ ചരിത്രം എനിക്ക് നേരിട്ടറിയാം. ഞാൻ 80-ൽ ഇവിടെ പ്രീ ഡിഗ്രിക്ക് 4th ഗ്രൂപ്പ് എടുത്ത് ചേർന്ന ഒരു വിദ്യാർത്ഥിയാണ്. ഇവിടെ 7 വർഷം ഇവിടെ പഠിക്കുവാൻ സാധിച്ചു. അപ്പോഴാദ്യം വന്നപ്പോൾ ഇവിടെ ഒരു ചെറിയ ഒരു ഷെഡാണ് ഡിപ്പാർട്ട്മെൻറ്റ് ആയിട്ടുള്ളത്. ആസ്പെറ്റോ ഷീറ്റിൻ്റെ ഒറ്റനില കെട്ടിടമാണ്. അതിലാണ് ടീച്ചേഴ്സ് റൂം ഉണ്ടായിരുന്നത്. അതിൻ്റെ ഇപ്പുറത്ത് ഒരു സ്റ്റോറൊക്കെ ഉണ്ടായിരുന്നു. അതെൻ്റെ ഓർമ്മയിലുണ്ട്. അതോടൊപ്പം തന്നെ ഈ വള്ളപ്പരയിലാണ് ഈ ഡിഗ്രി വിദ്യാർത്ഥികളൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന. ഡിഗ്രി ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ ഓരോ ക്ലാസ് കഴിയുമ്പോൾ ഓരോ റൂമുകൾ മാറിക്കൊണ്ടിരിക്കും. ഇതായിരുന്നു പഠന രീതികൾ. മറ്റ് പ്രീ ഡിഗ്രി ബാച്ചുകളൊക്കെ മെയിൻ ബിൽഡിങ്ങിലായിരുന്നു. അതിൽ നിന്ന് വ്യത്യസ്തമായി മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളൊക്കെ സ്വാധീനം കൊണ്ട് മുന്നിടുവാൻ വേണ്ടി മാനേജ്മെൻറ്റിനോടൊക്കെ പറഞ്ഞ് സോളജി ബിൽഡിങ്ങുകളും ഫിസിക്സും ഒക്കെ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകൾ അവർ സ്വന്തമായി പണിയിച്ചപ്പോൾ കൊമേഴ്സിന് മാത്രം വേണ്ട സൗകര്യങ്ങൾ ഇല്ലായിരുന്നു. ആ സമയത്താണ് മാത്യു സി വർഗീസ് സാറിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് സ്വന്തമായി പണിയുവാൻ ആരംഭിച്ചത്. അന്നത്തെ ട്രഷറർ ചെറിയൻ മാത്യു സാറാണെന്ന് ഞാൻ കരുതുന്നു. തീർച്ചയായും അതിന് കൂടെ നിന്ന് അധ്യാപകരുടെ ആത്മാർത്ഥമായ പ്രവർത്തനം ഇതിൻ്റെ പിന്നിലുണ്ട്. മാത്യു സി വർഗീസ് സാറിനെയും ചെറിയൻ മാത്യു സാറിനെയും ഒക്കെ ഈ സമയത്ത് മറക്കുവാൻ സാധിക്കുകയില്ല. അന്നത്തെ അധ്യാപകർ നല്ല അധ്യാപകരാണ് എന്നതിൽ ഒരു സംശയവുമില്ല. ഈ കോളേജിൽ അപ്പോയിൻമെൻറ്റ് നടത്തിയ കൊമേഴ്സ് അധ്യാപകർ, പ്രത്യേകിച്ച് കൊമേഴ്സ് അധ്യാപകർ നല്ല ക്വാളിറ്റിയുള്ള, റാങ്ക് നിലവാരമുള്ള അധ്യാപകരായിരുന്നു. നന്നായി പഠിപ്പിച്ചുകൊണ്ടിരുന്ന അധ്യാപകരാണ്. തീർച്ചയായും അതിൽ നിന്നൊക്കെയാണ് നമുക്ക് മുന്നോട്ട് വരുവാൻ ഇത്രത്തോളം സാധിച്ചത്. ലോകത്തിൻ്റെ വിവിധ മേഖലകളിൽ ഓരോ രാജ്യങ്ങൾ നോക്കിയാൽ പോലും ഇവിടുത്തെ സെൻറ് തോമസിലെ വിദ്യാർത്ഥികൾ എവിടെയെങ്കിലും ഉണ്ടാകും. അതിൽ പ്രധാനമായും കൊമേഴ്സ് വിദ്യാർത്ഥികൾ. അതിൽ തീർച്ചയായും ഉണ്ടാകും. ബിസിനസ് രംഗങ്ങളിലൊക്കെ മുന്നിട്ട് നിൽക്കുവാൻ കൊമേഴ്സ് വിഭാഗത്തിന് സാധിച്ചിട്ടുണ്ട്, വിദ്യാർത്ഥികൾക്ക് സാധിച്ചിട്ടുണ്ട്. ഈ വളർച്ച നമ്മൾക്ക് കാലോചിതമായി വളരുവാൻ സാധിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത്, നമുക്ക് BCom ഡിഗ്രി 2 ബാച്ചുകൾ തുടങ്ങി
MCom ഡിഗ്രി, അതിൽ 18 വിദ്യാർത്ഥികളുണ്ട്. അതോടൊപ്പം തന്നെ റിസർച്ച് വിദ്യാർത്ഥികളും നമുക്ക് ധാരാളമായി ഉണ്ട്. പണ്ട് 80 വരെ കോളേജിൽ ഒരു ഡോക്ടർ സാറും ഒരു വക്കീൽ സാറും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷമാണ് ഇപ്പോൾ ധാരാളം ഡോക്ടേഴ്സ് ഡിഗ്രിയുള്ള അധ്യാപകർ കോളേജിന് നമുക്ക് ലഭിച്ചു. ഏകദേശം 80 അധ്യാപകരിൽ 35 അധ്യാപകരിൽ മുകളിൽ ഡോക്ടറേറ്റുള്ള അധ്യാപകരാണ് എന്നതിൽ സന്തോഷമുണ്ട്. തീർച്ചയായും ഹയർ എഡ്യൂക്കേഷൻ രംഗത്ത് ഈ അധ്യാപകരുടെ ക്വാളിറ്റി ഏറ്റവും മെച്ചപ്പെടുത്തുവാൻ നമ്മൾക്ക് സാധിച്ചിട്ടുണ്ട് എന്നതിൽ ഒരു സംശയമില്ല. ഈ കോളേജ് നിരന്തരമായി വളർന്നുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് നമ്മുടെ ബിൽഡിങ്ങുകളൊക്കെ ഉണ്ടാക്കുകയും കോഴ്സുകളൊക്കെ നമുക്ക് ലഭിക്കുവാനൊക്കെ സാധിച്ചിട്ടുണ്ട്. ഈ പ്രധാന വളർച്ചയുടെയൊക്കെ കാലഘട്ടത്തിൽ ഇതിൻ്റെ മാനേജരായിട്ട് പ്രവർത്തിച്ച മാർത്തോമാ മെത്രാപ്പൊലീത്ത ആണ് എന്നതിൽ സന്തോഷമുണ്ട്. ഏറ്റവും കൂടുതൽ കോഴ്സുകൾ ആ സമയങ്ങളാണ് ലഭിക്കുന്നത്. കൂടുതൽ ബിൽഡിങ്ങുകൾ നമുക്കറിയാം, സെൽഫ് ഫിനാൻസിൻ്റെ ബിൽഡിങ്ങുകൾ ഒരു 3 നില കെട്ടിടമാണ് ഇപ്പോൾ നിർമ്മിച്ചത്. ഏറ്റവും മറ്റുള്ള കോളേജുകൾക്ക് അല്ലെങ്കിൽ മറ്റുള്ള കോളേജുകൾക്ക് അസൂയ തോന്നത്തക്കൊണ്ടുള്ള ഒരു ബിൽഡിങ്ങാണ് നമുക്ക് സെൽഫ് ഫിനാൻസിൽ ഇപ്പോൾ ഉണ്ടാകുന്നത്. അതിൻ്റെ എൻക്വയറി ആയിട്ട് വരുന്നവർ പറയും പല കോളേജുകളിലും അവരുടെ കോളേജിന് അറ്റാച്ച് ചെയ്ത 3-4 റൂമുകളാണ് സെൽഫ് ഫിനാൻസിന് വേണ്ടി ഉപയോഗിക്കുന്നതെന്നാണ്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പ്രത്യേക ഒരു ബിൽഡിങ് ഒരു വലിയ കോളേജായിട്ട് തന്നെ വരത്തക്കോണം ഉള്ള ഒരു ബിൽഡിങ്ങാണ് നമുക്ക് സെൽഫ് ഫിനാൻസിൻ്റെ നമുക്ക് പണിയുവാൻ സാധിച്ചത്. ഈ കോഴ്സുകളൊക്കെ വളരെ ഭംഗിയായി നടക്കുന്നു. ഈ ജൂബിലി പ്രോജക്റ്റ് 50-ാം വർഷം ആഘോഷിക്കുന്ന ഈ വേളയിൽ കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് വളർച്ചയിൽ അതിൻ്റെ ഒരു പൂർവ്വ വിദ്യാർത്ഥി എന്നതിൽ ഞാനും അഭിമാനം കൊള്ളുന്നു. ഈ വളർച്ച മുന്നോട്ട് നന്നായിട്ട് പോകട്ടെ. അതിൻ്റെ ഏറ്റെടുത്ത പ്രോജക്റ്റുകളൊക്കെ നന്നായിട്ട് നടത്തുവാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, നമുക്കൊരു വലിയ മഴവെള്ള സംഭരണിയുണ്ട്. മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ മാതൃകയായിട്ടാണ് നമുക്ക് ലഭിക്കുന്ന വെള്ളം വേസ്റ്റാക്കാതെ അത് പരമാവധി ഉപയോഗിക്കുവാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ നമ്മൾ സ്വയം പര്യാപ്തത നേടുന്നതിൻ്റെ ഭാഗമായിട്ടാണ് 10 കിലോ വാട്ട്സിൻ്റെ വൈദ്യുതി നമ്മൾക്കൊക്കെ അറിയാം. ഈ പ്രദേശങ്ങളിലൊക്കെ ഒരു കറണ്ട് ഉപയോഗിക്കുക ഒരു 10 മിനിറ്റ് ഇടപെട്ട് കറണ്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. ഈ അവസ്ഥയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് ഇതിന് ബ്രേക്ക് വരാതെ ഇപ്പോൾ പ്രത്യേകിച്ച് നമുക്കറിയാം ഓൺലൈൻ ക്ലാസ്സുകൾ എടുത്തുകൊണ്ടിരിക്കുന്നു. അതിന് വേണ്ട സൗകര്യങ്ങൾ നമുക്ക് ഉണ്ടാകുന്നില്ല. യഥാർത്ഥമായ നമുക്ക് വൈദ്യുതി നിലയ്ക്കുന്നതിനാൽ ക്ലാസ്സുകൾ ശരിയായിട്ട് എടുക്കുവാൻ വേണ്ടി സാധിക്കുന്നില്ല. അതിന് ഏറ്റവും ആവശ്യമായി വേണ്ടത് വൈദ്യുതിയാണ്. അതിനുശേഷം നമുക്ക് ഓൺലൈൻ സൗകര്യങ്ങൾ കൂടി ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അതിനുള്ള ശ്രമങ്ങൾ കോളേജിൻ്റെ മുഴുവൻ ഭാഗങ്ങളിലും നമ്മൾക്ക് ഓൺലൈൻ ക്ലാസ് അല്ലെങ്കിൽ ഓൺലൈൻ സൗകര്യം ഉണ്ടാകുവാൻ വേണ്ടി മാനേജ്മെൻറ്റ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും ഈ പ്രോജക്റ്റുകൾ നടപ്പാക്കിയ ഈ കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിനെ അനുമോദിക്കുന്നു. ഈ പ്രോജക്റ്റുകളൊക്കെ വളരെ ഭംഗിയായി നടക്കുന്നു. ഈ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വളർച്ച ഏറ്റവും ഭംഗിയായിട്ട് നടക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ ഫോർ യുവർ വേർഡ്സ്. കൊമേഴ്സ് എന്ന വിഷയത്തിന് ഇന്ന് കാണുന്ന തിളക്കം ഇല്ലാതിരുന്ന സമയത്ത് ഈ ഡിപ്പാർട്ട്മെൻറ്റ് കെട്ടിപ്പടുക്കുന്നതിൽ ദീർഘവീക്ഷണത്തോടെ നേതൃത്വം നൽകുകയും പരിശ്രമിക്കുകയും ചെയ്ത ശ്രീ GM ഇടിക്കുള സർ, കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രഥമ നിയമ അധ്യാപകനായി സേവനം ചെയ്ത ബഹുമാനപ്പെട്ട GM ഇടിക്കുള സാറിൻ്റെ സാന്നിധ്യത്തിൽ നമുക്ക് ഏറെ ചാരിതാർത്ഥ്യമുണ്ട്. ഡിപ്പാർട്ട്മെൻറ്റിനെ പറ്റിയുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കുന്നതിനും ആശംസകൾ അറിയിക്കുന്നതിനുമായി ഏറെ ബഹുമാനത്തോടെ അഡ്വക്കേറ്റ് GM ഇടിക്കുള സാറിനെ സ്വാഗതം ചെയ്യുന്നു. അധ്യക്ഷനായ മാർത്തോമാ സഭയുടെ അധ്യക്ഷനും എൻ്റെ തിരുമേനിയുമായ മെത്രാപ്പൊലീത്ത, ഞാൻ പഠിപ്പിച്ച എൻ്റെ സ്റ്റുഡൻറ്റും പ്രിൻസിപ്പലും ആയ ആള്, ഡിപ്പാർട്ട്മെൻ്റൽ ഹെഡ്, ഞാൻ 24 വർഷം പഠിപ്പിച്ച കാലത്ത് എൻ്റെ കൂടെ പ്രവർത്തിച്ചതായ എൻ്റെ സഹ അധ്യാപകർ, BCom തുടങ്ങിയ ക്ലാസ്സിൽ ആദ്യ ബാച്ചിലെ സ്റ്റുഡൻ്റായ ഇന്ന് വന്നിട്ടുള്ള രാജമ്മ, എല്ലാവരുമേ നിങ്ങൾക്ക് നമസ്കാരം. ആദ്യമായി 1 മിനിറ്റ് ഇടത് ഡിപ്പാർട്ട്മെൻറ്റ് പറഞ്ഞ NEP-യെ പറ്റി ഒരു വാക്ക്. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഇന്ത്യയിലെ കഴിഞ്ഞ മാസം 29-ാം തീയതി നിയമമായി വന്നിരിക്കുകയാണ്. അതിനെപ്പറ്റി മിനിഞ്ഞാന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറഞ്ഞത് ഇന്നലെ വരെ എന്ത് ചിന്തിക്കണം വിദ്യാഭ്യാസത്തെ പറ്റി എന്നായിരുന്നു. എന്നാൽ 29
ജൂലൈ മുതൽ അത് മാറി നിങ്ങൾ വിദ്യാഭ്യാസത്തെ പറ്റി എങ്ങനെ ചിന്തിക്കണം? വാട്ട് ടു ചേഞ്ച് ഹാസ് ബീൻ ചേഞ്ച് ടു ഹൗ ടു തിങ്ക്. ഇനിയും ഒരു കാര്യം കൂടി അതിനെപ്പറ്റി. ദേശീയ ഭാഷ ഹിന്ദിയിലാക്കണമെന്നും മറ്റും ഒരു ശ്രമം നടക്കുന്നതിനിടയിൽ 1 മുതൽ 5 വരെയുള്ള ക്ലാസ്സുകൾ പ്രാഥമിക ഭാഷയിൽ മാത്രമേ പഠിപ്പിക്കാവൂ എന്നും നിയമമായിരിക്കുന്നു. അതിൻ്റെ അർത്ഥം ദേശീയ ഭാഷയൊന്നുമില്ല, തുടസം അല്ലാതെയുള്ള ഭാഷ എന്നാണ്. 50 വർഷങ്ങൾക്ക് മുമ്പ് കോളേജ് ഇവിടെ തുടങ്ങിയപ്പോൾ പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും അതെല്ലാം അതിജീവിച്ച് ഇന്ന് കേരളത്തിലും ഉള്ള എല്ലാ കോളേജുകളിലെ കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിനെ വെല്ലുവിളിക്കുന്ന ഒരു കോഴ്സായി തീർന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്. അതിൻ്റെ ശേഷം ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ വിദേശ യാത്രകൾ ചെയ്യുമ്പോൾ UAE-യിൽ, മലേഷ്യയിൽ, സിംഗപ്പൂരിൽ, ജപ്പാനിൽ, ഇവിടെ ഓസ്ട്രേലിയയിൽ, ഇവിടെ എല്ലാം പോയപ്പോൾ കടകളിലൊക്കെ കയറുമ്പോൾ അവിടെ ഉദ്യോഗസ്ഥന്മാരായി ഈ കോഴഞ്ചേരി കോളേജിൽ നിന്ന് പാസ്സായ എൻ്റെ വിദ്യാർത്ഥികളെ കണ്ടിരുന്നു. അവർക്കെല്ലാം അഗ്രഹമായ കൃതജ്ഞതയ്ക്കും പുറമെ ചെറിയ ചെറിയ സമ്മാനങ്ങൾ തന്നിരുന്നു. സമ്മാനങ്ങളെന്ന് പറയുമ്പോൾ ബോൾ പെന്ന്, ടീഷർട്ട്, ഷർട്ട്, സൂട്ട് കേസ്, അവസാനം ഒരു വിദ്വാന് പൊതിഞ്ഞു കെട്ടി ഒരു കുപ്പി സ്കോച്ച് വിസ്കി തന്നു. എല്ലാം സ്വീകരിച്ച് കേരളത്തിലേക്ക് പോന്നു. നന്മ വരട്ടെ, നന്മ മാത്രം വരട്ടെ, എല്ലാ വിജയങ്ങളും നേരുന്നു. ഒരു കാര്യം കൂടി ഒന്ന് ഓർപ്പിക്കുന്നു. 1990 5 അക്കമുള്ള ഒരു സംഖ്യ കോളേജ് മാനേജ്മെൻറ്റിനെ ഞാൻ ഒരു എൻഡോവ്മെൻറ്റ് നേപ്പിച്ചു. അതിൻ്റെ പലിശ കൊണ്ട് ലോ പരീക്ഷയിൽ കൂടുതൽ മാർക്ക് കിട്ടുന്ന ആളിന് ആണ്ടി കൊടുക്കണമെന്നായിരുന്നു. അത് നടക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിച്ചു. 3-4 മാസം മുമ്പ് ഇപ്പോഴത്തെ ഡിപ്പാർട്ട്മെൻറ്റൽ ഹെഡ് എന്നോട് വിളിച്ച് ചോദിച്ചു, സാർ എൻഡോമെൻ്റ് ഇവിടെ ഏൽപ്പിച്ചിരുന്നു? ഞാൻ പറഞ്ഞു പണ്ട് ഏൽപ്പിച്ചിരുന്നു. ഇപ്പോൾ അത് കാണുന്നില്ലല്ലോ. കാണുന്നില്ലെങ്കിൽ അത് കണ്ടുപിടിക്കാനുള്ള ബാധ്യത പ്രിൻസിപ്പലിനും ഡിപ്പാർട്ട്മെൻറ്റിലും മേലധ്യക്ഷനായ എൻ്റെ തിരുമേനിയെ ഞാൻ ഓർപ്പിച്ചുകൊണ്ട് വിരമിക്കുന്നു. നന്ദി, നമസ്കാരം. Thank you, sir, for your enlightening words. It would always enshrine in our hearts. We rarely get this kind of opportunity to listen the words of an alumnus from the first batch who have seen the growth of department for the last 50 years. We are privileged to listen you, sir. I invite Mr. Thomas Varghese for felicitation. അഭിമന്യ മെത്രാപ്പൊലീത്ത തിരുമേനി, വേദിയിലെ ഭൂഷണനായിരിക്കുന്ന അഡ്വക്കേറ്റ് GM മെഡിക്കൽ സാർ, ആദരണീയരായ എല്ലാവരുമേ, കൂടിയിരിക്കുന്ന ഏവരുമേ എല്ലാവർക്കും സ്നേഹവന്ദനം. ഞാൻ വളരെ സന്തോഷത്തോടുകൂടിയാണ് ഇവിടെ നിൽക്കുന്നത്. 1968 ആദ്യ ബാച്ചിലെ കൊമേഴ്സ് BCom സെക്ഷനിലെ ഒരു സ്റ്റുഡൻ്റ് എന്നുള്ള നിലയിൽ എനിക്ക് വളരെ അഭിമാനമുണ്ട്, സന്തോഷമുണ്ട് 2 വാക്ക് പറയുവാനായിട്ട് അവസരം ലഭിച്ചതിൽ. അതിന് അവസരം ഒരുക്കി എല്ലാവരോടും ഉള്ള പ്രത്യേകമായിട്ട് നന്ദി ആദ്യമായിട്ട് അറിയിച്ചു കൊള്ളട്ടെ. ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നതിൽ 2 പേര് കൂടെ എൻ്റെ കൂടെ സാന്നിധ്യം ഇവിടെ ഉണ്ട്. മിസ്റ്റർ വർഗീസ് മാത്യുവും മിസ്റ്റർ സൂസൻ നാമയും. ഞങ്ങളെ 45 പേര് ആദ്യത്തെ ബാച്ചിൽ ഉണ്ടായിരുന്നു. അതിൽ 3 പേര് ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ എലിമിനേറ്ററി അഫവുമായിട്ടുണ്ടായിരുന്നതുകൊണ്ട് 3 പേരും ഇന്ന് സന്നിധരായിട്ടുണ്ട്. ഇങ്ങനെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഇവിടെ തുടങ്ങിയത് 1968 വിവിധ സബ്ജക്റ്റുകളിലൊക്കെയും പ്രീ ഡിഗ്രിക്ക് പാസ്സായിട്ടുള്ള ആളുകൾ, കുട്ടികൾ മുൻപേ സൂചിപ്പിച്ചതുപോലെ തുലവും
പഠിത്തത്തിലെ പിന്നോക്കം നിന്നതായിട്ടുള്ള കുട്ടികൾ ചേർന്ന് ഒന്നിച്ച് തുടങ്ങിയതായിട്ടുള്ള ഒരു ഡിഗ്രി ക്ലാസ് ആയിരുന്നു കൊമേഴ്സ് BCom ഡിഗ്രി. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാനും ഫസ്റ്റ് ഗ്രൂപ്പായിരുന്നു. പ്രീ ഡിഗ്രിക്ക് ആദ്യം തോറ്റു, പിന്നീട് പാസ്സായിട്ട് കൊമേഴ്സാണ് ഡിഗ്രിക്ക് എടുത്തത്. ഞങ്ങളുടെ നെയ്ബറായിട്ടുള്ള എൻ്റെ വീട് അയിരൂരാണ്. പ്രൊഫസർ മാത്യു സി വർഗീസ് ആയിരുന്നു ആദ്യത്തെ ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ്. എൻ്റെ തൊട്ട നെയ്ബർ തന്നെയാണ്. എന്നെ സൺഡേ സ്കൂളിലൊക്കെ ഇരുന്ന് പഠിപ്പിച്ചിട്ടുണ്ട് കുട്ടിക്കാലത്ത്. സാറ് പിന്നെ കൊല്ലത്ത് താമസം മാറ്റുകയായിരുന്നു. ഈ തരുണത്തിലെ പ്രൊഫസർ മാത്യു സി വർഗീസ് സാറിനെയും തമ്പി സാറിനെയും ആദ്യകാലത്തെ ട്രിവാൻഡ്രം സ്വദേശിയായിരുന്ന രാജൻ ചാക്കോ സാറിനെയും പ്രത്യേകമായിട്ട് സ്മരിക്കുന്നു. അവരുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലമായിട്ട് ഇങ്ങനൊരു ഡിപ്പാർട്ട്മെൻറ്റ് രൂപീകരിക്കാനായിട്ടൊക്കെയും സാധിച്ചു. ആദ്യം അതിന് സ്ഥല സൗകര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. സ്കൂളുകളിലൊക്കെ പഠിച്ചതായിട്ടുള്ള ഞങ്ങളൊക്കെ, ഞാൻ തന്നെ അത് ചിന്തിച്ചിട്ടുണ്ട്, ഹൈസ്കൂളിൻ്റെ ചുറ്റുപാടുകൾ പോലും ഇല്ലാത്തവരായിട്ടാണ് ഈ കോളേജിൽ ഞങ്ങൾ പഠിച്ചതായിട്ടുള്ള ഈ വഞ്ചിപ്പുര അല്ലെങ്കിൽ ഈ കെട്ടിടം നിലനിന്നിരുന്നതായിട്ടുള്ള സ്ഥലം. സ്കൂളിലെ ക്ലാസ് റൂംസൊക്കെ അതിലൊക്കെ കേമമായിരുന്നു എന്ന് ഞാൻ ചിന്തിക്കുകയാവുന്നു. ഞാൻ മതാപ്പാറയായിരുന്നു പഠിച്ചത്. അത്രമാത്രം ശോച്യാവസ്ഥയിലായിരുന്നതായിട്ടുള്ള പ്രാരംഭ സ്ഥിതിയിൽ നിന്ന് ഇന്ന് കാണുന്നതായിട്ടുള്ള ഈ തരത്തിലായി തീരുവാനായിട്ട് പ്രയത്നിച്ചതായിട്ടുള്ളവരെയും ഈ സമയത്ത് അനുമോദിക്കുകയും ആശംസകൾ അർപ്പിക്കുകയും ചെയ്യുകയാകുന്നു. വളരെ കലുഷിതമായിട്ടുള്ള ഒരു അന്തരീക്ഷം നിറഞ്ഞതായിട്ടുള്ള ലോകത്തിലാകും നാം ജീവിക്കുന്നത്. പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ, പലതരത്തിലുള്ളതായിട്ടുള്ള രോഗങ്ങൾ, പകർച്ചവ്യാധികൾ, അപകടങ്ങൾ, ദുരന്തങ്ങൾ, കാലാവസ്ഥാ വ്യതിയാനം, നിരന്തരം അടിക്കടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതായുള്ള സംഭവ വികാസങ്ങളൊക്കെയും നാം മീഡിയ മുഖാന്തരമൊക്കെയും കേട്ടുകൊണ്ടാണല്ലോ ഇരിക്കുന്നത്. കേരളത്തിലെ പ്രത്യേകിച്ച് അടുത്തിടെ ഉണ്ടായിട്ടുള്ള ഈ ബുദ്ധിമുട്ടിൻ്റെ പ്രയാസത്തിൻ്റെ ഒക്കെ മധ്യത്തിൽ നാം ജീവിക്കുമ്പോഴേ പഠന രീതി തന്നെയൊക്കെ ഒരു മാറ്റം തന്നെ വന്നിരിക്കുകയാകുന്നു. എല്ലാം ഓൺലൈനിൽ. ആരാധന, കൂട്ടായ്മ, സമ്മേളനം, മീറ്റിങ്ങുകൾ, പഠനം, പഠിപ്പിക്കൽ, ഇതെല്ലാം തന്നെ ഓൺലൈനിലാണല്ലോ നടക്കുന്നത്. ഇന്നലെ തന്നെ ന്യൂസിലെ 17 ഇടയായി തീർന്നു. ഓൺലൈനിലെ കുട്ടികളൊക്കെ പഠിക്കുന്നുണ്ടെങ്കിൽ തന്നെയും എല്ലാവർക്കും വീട്ടിലെ ഈ ക്രമീകരണം ലഭിക്കാത്തതുകൊണ്ട് 60% കുട്ടികൾക്ക് മാത്രമേ ഇതിൻ്റെ പ്രയോജനം ലഭിക്കുന്നുള്ളൂ. ഇന്ത്യയിലേക്ക് ചരിത്രമാണെന്ന് തോന്നുന്നു, ന്യൂസിൽ പറഞ്ഞതാകുന്നു. അതുകൊണ്ട് ഈ വർഷം എങ്ങനെയായിത്തീരുമെന്ന് തന്നെ സംശയം പറഞ്ഞതായിട്ടുള്ള ഒരു ന്യൂസ് ഇന്നലെ കേൾക്കുവാനിടയായി തീർന്നു. ചിലപ്പോൾ വർഷം നഷ്ടപ്പെടാനായിട്ടും സാധ്യതയുണ്ട്. എല്ലാ കുട്ടികൾക്കും പഠനം ലഭിക്കുന്നില്ലല്ലോ ഓൺലൈനിൽ കൂടെ. നമുക്ക് തന്നെ ആരാധനയ്ക്ക് പോകുവാനോ പള്ളിയിൽ പോകുവാനോ ഒന്നും സാധിക്കാത്തവരുടെ അന്തരീക്ഷം, എല്ലാം ഓൺലൈനിൽ കൂടെ. അങ്ങനെ സംഘർഷങ്ങളും കലുഷിതമായിട്ടുള്ള അന്തരീക്ഷത്തിൽ നാം ജീവിക്കുന്ന അവസരത്തിൽ ദൈവമാകുന്നു സമാധാനം നൽകുന്നതിന് സന്തോഷം പ്രദാനം ചെയ്യുന്നു മനസ്സിലാക്കിക്കൊണ്ട് ദൈവകൃപയിൽ ആശ്രയിച്ച് മുന്നേറുവാനായിട്ട് നമുക്ക് ഇടയാകട്ടെ എന്ന് ആദ്യമായിട്ട് പ്രാർത്ഥന കൂടി ആരംഭിക്കുകയാവുന്ന ചെയ്യുന്നത്. നമ്മുടെ അലുമിനി അസോസിയേഷൻ്റെ സമാപന സമ്മേളനമാകുന്നുവല്ലോ. അതിൻ്റെ കൂടെ ഒരു സോളാർ സിസ്റ്റം 10 kV അതിൻ്റെ ഇൻസ്റ്റാൾ ചെയ്തതിൻ്റെ ഓപ്പണിങ്ങും ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാകുന്നു. ഒരു സന്തോഷത്തിൻ്റെ സൂചനമാകുന്നു. കഴിഞ്ഞ 50 വർഷക്കാലം ഈ കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഇത്രമാത്രം പുരോഗതി പ്രാപിച്ചല്ലോ എന്നോർത്ത് ദൈവത്തെ സ്തുതിക്കുകയും എല്ലാവർക്കും ആശംസകൾ അർപ്പിക്കുകയും ചെയ്യുകയാവുന്നു. ഇപ്പോൾ ഗ്രാജുവേഷനും പോസ്റ്റ് ഗ്രാജുവേഷനും റിസർച്ച് സെൻറ്റർ വരെയും ആയിരിക്കുന്നതായിട്ടുള്ള ഈ സ്ഥാപനത്തിൽ മേൽക്കുമേൽ അഭിവൃദ്ധി പ്രാപിക്കട്ടെ എന്ന് ആദ്യമായിട്ട് പറഞ്ഞുകൊള്ളട്ടെ. ആദ്യ ബാച്ചിൽ 68-71 കാലയളവിൽ ഉണ്ടായിരുന്നതായിട്ടുള്ള പല ആളുകളും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ടുണ്ട്. അടുത്ത സമയത്ത് ഒന്നിച്ച് കൂടുന്നതിനായിട്ടുള്ള ക്രമീകരണങ്ങളൊക്കെ ഓൺലൈനിൽ കൂടെ സൂമിൽ കൂടെ കാണുവാനായിട്ട് ഇടയായി തീർന്നു. എനിക്കതിൽ പങ്കുചേരാനായിട്ട് ഇടയായില്ല. 17 പേര് ഞങ്ങളുടെ പൂർവ്വ വിദ്യാർത്ഥികളെ അതിൽ പങ്കുകൊണ്ടു. 7-8 പേരൂടെ ചേരാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒന്നിച്ച് കൂടുവാനായിട്ടുള്ള, ഒന്നിച്ച് കാണുവാനായിട്ടുള്ള, ഒന്നിച്ച് വിനിമയം ചെയ്യാനായിട്ടുള്ള ഒരു അവസരം അങ്ങനെ സംജാതമായിരിക്കുകയാകുന്നു. ഒന്നിച്ച് ഒന്നുകൂടെ കാണുവാനായിട്ടുള്ള ശ്രമിക്കുകയാകുന്നു. അതിനകത്ത് 50 വർഷം തികയുന്നതായിട്ടുള്ള ഈ ആദ്യത്തെ ബാച്ച് ഇറങ്ങിയതായിട്ടുള്ള 71 ഇറങ്ങിയതായിട്ടുള്ള ആദ്യ ബാച്ച് 2021 പുറത്തിറങ്ങുകയാകുന്നു. 50 വർഷം തികയാകുന്നു. 50 വർഷം തികയുന്നതിൻ്റെ അടയാളമായിട്ട് ഒരു എൻഡോമെൻ്റ് തുടങ്ങുവാനായിട്ടുള്ള ക്രമീകരണങ്ങളിൽ പലർക്കും താല്പര്യം കാണിച്ചു. അതിൻ്റെ തീരുമാനമൊന്നും ആയിട്ടില്ല. തീരുമാനമാകുന്നതായിട്ടുള്ള അവസരത്തിൽ ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ചർച്ച ചെയ്തതിന് ശേഷമായിട്ട് അത് രൂപീകരിക്കാനായിട്ട് തീരുമാനമെടുക്കുന്നതായിരിക്കും എന്ന് പ്രത്യേകമായിട്ട് ഈ സമയത്ത് അറിയിച്ചുകൊള്ളട്ടെ. ഈ സമയത്ത് ഇതിൻ്റെ വളർച്ചയിൽ പങ്കുചേർന്ന എല്ലാവരെയും അനുമോദിക്കുന്നു. പ്രത്യേകിച്ച് ആദ്യകാല പ്രവർത്തനമായിട്ടുള്ള തമ്പി സാർ ഇപ്പോൾ നമ്മളോട് കൂടിയുണ്ടല്ലോ.
തമ്പിസാറിൻ്റെ കഠിനാധ്വാനം തമ്പിസാർ ഞങ്ങൾക്ക് മെർക്കൻ്റെയിൽ ലോ എടുത്തു നോക്കുകയും ഓർക്കുകയാവുന്ന ചെയ്യുന്നത്. ആ കാലത്തൊക്കെയും വളരെ തമാശ രൂപത്തിലെ കാര്യങ്ങൾ നിർവഹിച്ചതായിട്ടുള്ള വെട്ടറങ്ങളിലൊക്കെ ഏർപ്പെട്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാനിപ്പോൾ ഓർക്കുകയാവുന്ന ചെയ്യുന്നത്. ഇപ്പോൾ നേതൃത്വം വഹിക്കുന്നതായിട്ടുള്ള പ്രിൻസിപ്പല്, ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ്, മറ്റേ വകുപ്പ് തല അധ്യാപകർ, അനധ്യാപകർ, പഠിക്കുന്നതായിട്ടുള്ള കുട്ടികൾ എല്ലാവരെയും ആശംസകൾ അർപ്പിക്കുന്നു, അനുമോദനങ്ങൾ അർപ്പിക്കുന്നു. ദൈവം മേൽക്കുമേൽ ഈ ഡിപ്പാർട്ട്മെൻറ്റ് വളർച്ചയ്ക്ക് വേണ്ടതായിട്ടുള്ളതെല്ലാം ദൈവം തമ്പുരാൻ തിരിഞ്ഞുതരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ ഈ ചെറുത ആശംസാ പ്രസംഗം ഉപസംഹരിക്കുന്നു. താങ്ക് യു സർ ഫോർ യുവർ വേർഡ്സ്. കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പൂർവ്വ വിദ്യാർത്ഥിയും പൂർവ്വ അധ്യാപകനുമായ ബഹുമാനപ്പെട്ട മാമൻ സക്കറിയ സാർ കൊമേഴ്സ് പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ വൈസ് പ്രസിഡൻ്റായി വേണ്ട നേതൃത്വം നൽകുന്നു. ആശംസകൾ നേരുന്നതിനായി ഡോക്ടർ മാമൻ സക്കറിയ സാറിനെ ക്ഷണിക്കുന്നു. ഏറ്റവും ബഹുമാനനായ പ്രിൻസിപ്പൽ തമ്പി സാർ, കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മേധാവി പ്രൊഫസർ റജി കെ തെരിയൻ, കോളേജ് ട്രഷറർ ഐസക് സാർ, PTA വൈസ് പ്രസിഡന്റ് ബെന്നി പുത്തുമറമ്പിൽ, കോളേജ് അലുമിനി സെക്രട്ടറി ലിബൂസ് എബ്രഹാം, ഫസ്റ്റ് ബാച്ചിൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി ആയിരുന്ന തോമസ് സാർ, രാജമ്മ, മറ്റ് അധ്യാപകരെ, അനധ്യാപകരെ, ഏറ്റവും സ്നേഹം നിറഞ്ഞ സുഹൃത്തുക്കളെ, വളരെയധികം സന്തോഷമുണ്ട്. ഇന്ന് ഈ സമ്മേളനത്തിൽ പ്രത്യേക രീതിയാണെങ്കിലും നമുക്കതിൽ പങ്കെടുക്കുന്നതിന് ദൈവം ഇടയാക്കിയതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. 50 വർഷത്തെ ജൂബിലി ആഘോഷത്തെപ്പറ്റി കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് തീരുമാനിക്കുകയും അതേ തുടർന്ന് കോളേജ് അലുമിനൈ അതിൻ്റെ ഒരു കമ്മിറ്റി കൂടിയപ്പോൾ അലുമിനൈക്ക് ഇതിലെന്താണ് പങ്ക്, അലുമിനൈ ഈ ജൂബിലിയിൽ ഏത് തരത്തിൽ പങ്കാളിയാകും എന്നൊരു ചർച്ച കമ്മിറ്റിയിൽ വന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാ കമ്മിറ്റികളും എല്ലാ ആഘോഷങ്ങളുടെയും രീതിയിൽ തന്നെ ആദ്യം വന്ന അഭിപ്രായം ഈ ജൂബിലിയുടെ സമാപനം എന്ന് പറയുമ്പോൾ 19-20 അക്കാഡമിക് ഇയർ വരെ സമാപന സമയത്ത് ഒരു അലുമിനി മീറ്റ്, കോളേജിലെ 50 വർഷം പഠിച്ച വിദ്യാർത്ഥികളുടെ ഒരു സമ്മേളനം, വലിയൊരു സമ്മേളനം നടത്തുക എന്നൊരു ചിന്തയാണ് ആദ്യം വന്നത്. അതൊരു ദൈവനിശ്ചയം എന്ന് പറയട്ടെ, ഏതായാലും മുന്നോട്ട് പോയില്ല. അങ്ങനെ വലിയൊരു സമ്മേളനം നടത്താനാണ് ആദ്യം ഒരു ചിന്ത വന്നത്. വലിയ കലാപരിപാടികളൊക്കെ ചേർത്ത് വലിയൊരു അലുമിനി മീറ്റ്, മറ്റ് എല്ലാ വിദ്യാർത്ഥികളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് കൊമേഴ്സിൻ്റെ ഒരു അലുമിനി മീറ്റ് നടത്താനാണ് ആദ്യം ഒരു ചിന്ത വന്നത്. എന്നാൽ ആ കമ്മിറ്റി തന്നെ കൊമേഴ്സിൽ അന്നുള്ള അധ്യാപകർ ലീന കൊച്ചമ്മയൊക്കെ അന്ന് പറഞ്ഞു, കഴിഞ്ഞ നാക്കിൻ്റെ ഒരു കമൻ്റ് നോൺ കൺവെൻഷണൽ എനർജി സിസ്റ്റം ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ടാകുന്നത് നല്ലതാണ് എന്നൊരു ഒരു അഭിപ്രായങ്ങൾ അവിടെ പറയുന്നുണ്ട്. പെട്ടെന്നാണ് തീരുമാനം മാറ്റിയത്. നമുക്ക് അലുമിനി മീറ്റ് വലിയ ബൃഹത്തായ ഒരു ആഘോഷം വേണ്ട, പകരം ഈ അലുമിനിയുടെ വകയായിട്ട് ഈ നോൺ കൺവെൻഷണൽ എനർജി സിസ്റ്റം, അതായത് സോളാർ സിസ്റ്റം എങ്ങനെ നമുക്ക് ഇതിനകത്ത് ഇൻസ്റ്റോൾ ചെയ്യാൻ പറ്റും, അതിനെപ്പറ്റി ആലോചിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ഈ സോളാർ സിസ്റ്റം നമുക്ക് അലുമിനി അസോസിയേഷൻ അത് ഏറ്റെടുക്കാൻ ഇടവന്നത്. അപ്പോൾ നമ്മൾ ഒരു പരിപാടി മാറ്റിവെച്ചു, ആഘോഷ പരിപാടികൾ മാറ്റിവെച്ച് അതിന് പകരമായിട്ട് ഈ ഒരു പ്രോജക്റ്റ് അലുമിനി അസോസിയേഷൻ ഏറ്റെടുക്കുകയായിരുന്നു. എന്നാൽ അത് വളരെ ഭാരിച്ച ഒരു ടാസ്ക്കായിരുന്നു. ഒന്ന്, കോളേജ് കൊമേഴ്സിൻ്റെ അലുമിനി എന്ന് പറയുന്നത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സ്കാറ്റേഡായിട്ട് കിടക്കുന്ന വിദ്യാർത്ഥികളായിരുന്നു. അവരുടെ ഒന്നും ഡാറ്റാബേസിൽ പറയത്തക്ക പോലൊന്നും ഈ കോളേജിലില്ല, കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കയ്യിലില്ല. അവരെ കോൺടാക്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഇനിയും കോൺടാക്റ്റ് ചെയ്താൽ തന്നെ പൈസ ഇങ്ങോട്ട് തരാനും ആൾക്കാർക്ക് നമ്മൾ നേരിട്ട് കാണാതെ പൈസ ഇവിടെ എത്തിക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് വലിയൊരു പ്രയാസമുള്ള ടാസ്ക്കാണ്. ആദ്യം ഇവരെ കണ്ടെത്തി ഇവരോട് ചോദിക്കുക, പണം വാങ്ങിക്കുക എന്ന് പറയുന്നത് വലിയൊരു ഹെർക്കൂലിയൻ ടാസ്ക്കായിട്ട് കമ്മിറ്റിക്ക് അന്ന് ബോധ്യമായി. എന്നാലും അന്നത്തെ കമ്മിറ്റി അംഗങ്ങളും ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റും മറ്റ് സാർമാരും ഒക്കെ ആ ഒരു ടാസ്ക് ഏറ്റെടുക്കാൻ ധൈര്യം കാണിച്ചു എന്നുള്ളതിൽ ഞാൻ അവരെ അനുമോദിക്കുന്നു. ഇവരെല്ലാം
പല ക്ലാസ്സുകളുടെ ഗ്രൂപ്പുകളൊക്കെ ഉള്ള ഒരു സാഹചര്യം ഇപ്പോൾ ഉള്ളതുകൊണ്ട് പല ക്ലാസ്സുകളുടെ ഗ്രൂപ്പുകളിൽ പലരെയൊക്കെ കോൺടാക്ട് ചെയ്ത് ഇൻവിറ്റേഷനൊക്കെ അടിച്ച് ഈ ഒരു റിക്വസ്റ്റ് ലെറ്ററൊക്കെ എല്ലാവർക്കും വാട്സാപ്പും ഇമെയിലും മുഖേനയൊക്കെ എത്തിച്ചു. എന്നാൽ ചിലരുടെയൊക്കെ പ്രതികരണം വളരെ മോശമായിരുന്നു. റിജി സാറൊക്കെ പല രാത്രികളിലും എന്നോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, സാറേ ഈ പരിപാടി നിർത്തുക, അത് വളരെ മോശപ്പെട്ട പ്രതികരണം ചിലരുടെ നിന്നൊക്കെ കേൾക്കുന്നുണ്ട്. കോളേജിന് ഇപ്പോൾ എന്താ പൈസയ്ക്ക് കുഴപ്പം, കോളേജ് മാനേജ്മെൻറ്റ് പൈസ അപ്പോയിൻമെൻറ്റ് വാങ്ങിക്കുന്നുണ്ട്, കുട്ടികളുടെ അഡ്മിഷന് വാങ്ങിക്കുന്നുണ്ട്, അതുകൊണ്ട് കോളേജിലൊന്നും ഇനി പൈസ തന്ന് ഞങ്ങളെ സഹായിക്കത്തില്ലെന്ന് വളരെ കൃത്യമായിട്ട് വളരെ പച്ചയായിട്ട് റിജി സാറിനോട് പറഞ്ഞ ഇൻസിഡൻറ്റ്. അപ്പോൾ റിജി സാർ പറഞ്ഞു എനിക്കിത് കേൾക്കാൻ വയ്യ, ഞാനതുകൊണ്ട് ഇത് നമുക്ക് ഇത് വെച്ച് അങ്ങ് ഡ്രോപ്പ് ചെയ്യാം. അപ്പോൾ അതുകൊണ്ടാണ് സാറ് പറഞ്ഞ് ഏത് രാത്രി വിളിച്ചാലും എന്നോട് എൻ്റെ ഒരു മറുപടി കേൾക്കാവുന്നത്. അപ്പോൾ ഞാൻ എപ്പോഴൊക്കെ പറഞ്ഞുകൊണ്ട് ആരെങ്കിലും അങ്ങനെ പറഞ്ഞെങ്കിൽ പോട്ടെ, വേറെ എത്രയോ ആൾക്കാരുണ്ട് നമ്മളെ സഹായിക്കാൻ. അങ്ങനെ വളരെ സ്ലോ ആയിട്ട് തുടങ്ങിയ കളക്ഷൻ ഈ മാർച്ച് കൊണ്ട്, എൻ്റെ ഒരു അഭിപ്രായം, മാർച്ചിൽ ലോക്ക്ഡൗണ് ലോകമെമ്പാടും വന്നില്ലെങ്കിൽ 8 ലക്ഷം രൂപയിൽ കൂടുതൽ നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതിന് എനിക്ക് യാതൊരു സംശയമില്ല. അപ്പോൾ അതുകൊണ്ട് മാർച്ച് വരെ കളക്ട് ചെയ്താണ്. പിന്നീട് നമുക്ക് കളക്ഷൻ നടന്നില്ല, അത് ഈ കാലഘട്ടത്തിൽ പറ്റിയ ഒരു സാഹചര്യം കൊണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ടാസ്ക് ഈ കളക്ട് ചെയ്യുക വളരെ സ്കാറ്റേഡായിട്ട് കിടക്കുന്ന ഇത് നമുക്കറിയാം. പല പ്രോജക്റ്റുകളും കോളേജിനും ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ നടത്തുന്ന ഒരു വ്യക്തി കൊടുക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് കൊടുക്കുന്നതായിരിക്കും. ഇതങ്ങനെയല്ല, എല്ലാവരും 500 രൂപ മുതൽ 50,000 രൂപ വരെ തന്ന കുട്ടികളുണ്ട്. 500 രൂപ തന്നെ തന്നില്ല. അപ്പോൾ അത് തരുന്ന രൂപയുടെ വലിപ്പമല്ല, അവരുടെ പാർട്ടിസിപ്പേഷനാണ്. ഈ പരിപാടിയൊക്കെ കഴിഞ്ഞതിൻ്റെ ഈ സിസ്റ്റമൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ് അതിൻ്റെ പടമൊക്കെ എനിക്ക് സെൻഡ് ചെയ്ത് എൻ്റെ മൊബൈലിൽ ഇതിൻ്റെ അലുമിനി സെക്രട്ടറി സെൻഡ് ചെയ്ത്. അപ്പോൾ എനിക്ക് കിട്ടിയ പടം എൻ്റെ കയ്യിലുള്ള കുറച്ച് വിദ്യാർത്ഥികൾക്ക് ഞാനതൊന്ന് ഫോർവേഡ് ചെയ്തപ്പോൾ ഒരു കുട്ടി, ഞാൻ ആ കുട്ടിയുടെ പേര് പറയുന്നില്ല, എൻ്റെ കൂടെ പഠിച്ചൊരു കുട്ടിയാണ്, എന്നെ വിളിച്ച് പറഞ്ഞു, സാറേ ഞാനിതിന് പൈസ ഒന്നും കൊടുത്തില്ല. അപ്പോൾ ഇതിൻ്റെ ഫോർവേഡ് ചെയ്തപ്പോൾ, ഈ പടം ഫോർവേഡ് ചെയ്തപ്പം അതിനൊരു ജാളിത്, ഞാനിതിന് പൈസ ഒന്നും കൊടുത്തില്ല, ഞാനിപ്പോഴൊരു വിദ്യാർത്ഥിയാണ്, എനിക്ക് പണമൊന്നും അതിന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിച്ചില്ല. ഞാൻ പറഞ്ഞു, ഇത് പണം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നവരുടെ സ്കീമല്ല, ഇവിടെ പഠിച്ച കുട്ടികളുടെ, ഇവിടെ പഠിച്ച് ഔട്ടായ പൂർവ്വ വിദ്യാർത്ഥികളുടെ എല്ലാവരുടെയും പണം കോൺട്രിബ്യൂട്ട് ചെയ്തില്ലയോ എന്നുള്ളതൊരു വിഷയമല്ല. അപ്പോൾ കോൺട്രിബ്യൂട്ട് ചെയ്താലും നിങ്ങളുടെ പഠിച്ച എല്ലാ വിദ്യാർത്ഥികളുടെ ഒരു ഡൊണേഷനാണ്, ഒരു പ്രസ്ഥാനമാണ്, ഒരു പ്രോജക്റ്റാണ് ഈ സോളാർ സിസ്റ്റം. അതുകൊണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്തില്ല എന്ന് പറഞ്ഞ് വിഷമിക്കേണ്ട, ഇനിയും ധാരാളം സാഹചര്യങ്ങൾ വരും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ, അന്നേരം സഹായിക്കാം, ശരിയാന്ന് പറഞ്ഞ് എനിക്കൊരു മറുപടി അയച്ചു. അപ്പോൾ നമുക്കറിയാം, റൂബി സാറിനൊക്കെ അറിയാം, നമ്മൾ കോളേജ് ടീം, വോളിബോൾ ടീം ചാമ്പ്യൻഷിപ്പ്, യൂണിവേഴ്സിറ്റി ചാമ്പ്യൻഷിപ്പൊക്കെ കിട്ടുമ്പോൾ അത് പ്ലേയേഴ്സ് അല്ല കൂടുതൽ ആനന്ദിക്കുന്നത്, അതിൽ കളിച്ചവരെക്കാളും കൂടുതൽ ആനന്ദിക്കുന്ന കോളേജിലെ 12,000 കുട്ടികളാണ്. അവർക്കാണ് അതിൻ്റെ സന്തോഷം. അപ്പോൾ ഇതിനകത്തിൽ കൊടുത്തു എന്നുള്ളതിനേക്കാളും ഈ പൂർവ്വ വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും ഇതിൽ സന്തോഷമുണ്ട്. ഇന്നലെ ഞാനൊരു ബാങ്കിൽ പോയപ്പോൾ ഞാൻ ബാങ്കിൽ നിന്ന് ഇറങ്ങാൻ നേരത്ത് മാനേജർ പുറകെ വന്ന് എന്നെ വിളിച്ചു, മാമൻ സാർ അല്ലയോ എന്ന് പറഞ്ഞ് വിളിച്ചു. അപ്പോൾ ഈ മാസ്ക് വെച്ചുകൊണ്ട് ഇപ്പോൾ ആളിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ എന്നെ ക്യാബിനിലോട്ട് വിളിച്ചു. ഞാൻ ചെന്ന് ഞാൻ പറഞ്ഞു, മാസ്ക് ഒന്ന് മാറ്റിയാൽ എനിക്ക് ആളിനെ ഐഡൻറ്റിഫൈ ചെയ്യാം. അപ്പം ഇവിടെ 11ലോ 12ലോ പാസ്സായ ഒരു ബികോം വിദ്യാർത്ഥിനെ ഈ അടുത്ത ഒരു ഫെഡറൽ ബാങ്കിൻ്റെ ബ്രാഞ്ചിലോട്ടാണ് ഞാൻ പോയത്. അപ്പം അവിടുത്തെ മാനേജരാണ്. അപ്പോൾ എന്നോട് ഉടനെ പറഞ്ഞത്, സാറേ നമ്മുടെ കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ പുതിയ സോളാർ സിസ്റ്റമൊക്കെ ഇൻസ്റ്റാൾ ചെയ്തു, ഗ്രൂപ്പിലൊക്കെ ഞാൻ കണ്ടു, വളരെ സന്തോഷമുണ്ട്. അപ്പോൾ അതിന് കോൺട്രിബ്യൂട്ട് ചെയ്ത ആളൊന്നുമല്ല. അപ്പോൾ ഇന്ന് നമ്മൾ ഈ സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ, ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഇതിൽ സന്തോഷിക്കുന്നത് ഒരുപക്ഷെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന കൊമേഴ്സിൻ്റെ വിദ്യാർത്ഥികളുണ്ടായിരിക്കാം, പിന്നീട് എപ്പോഴെങ്കിലും കാണുന്ന കൊമേഴ്സിൻ്റെ വിദ്യാർത്ഥികളുണ്ടായിരിക്കാം. അവർക്കെല്ലാം ഏറ്റവും അത്യന്തം സന്തോഷം തരുന്ന ഒരു കാര്യമാണ് ഇതുപോലൊരു കാര്യം അൽമിനിയുടെ വകയായിട്ട് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ കഴിഞ്ഞത്. നമ്മുടെ കൊമേഴ്സിൻ്റെ അൽമിനി സമ്പത്ത് എന്ന് പറയുന്നത്, പൂർവ്വ വിദ്യാർത്ഥി സമ്പത്തെന്ന് പറഞ്ഞാൽ അത്ര ശരിയല്ല. ഇന്ത്യയിലെ ഏറ്റവും വലിയ ധനകാര്യ സ്ഥാപനമായ മുത്തൂറ്റിൻ്റെ CEO മുതൽ ധാരാളം തമിഴ്നാട് ഗവൺമെൻറ്റിൻ്റെ കമ്പനി രജിസ്ട്രാർ കൊമേഴ്സിൻ്റെ സ്റ്റുഡൻ്റാണ്. ഈ കേരളത്തിലെ ഏറ്റവും ഒന്നാംകിട കോളേജ് മാർ ഇവാനിയസ് കോളേജിൻ്റെ പ്രിൻസിപ്പൽ കൊമേഴ്സിൻ്റെ സ്റ്റുഡൻ്റാണ്. ധാരാളം പട്ടക്കാർ കൊമേഴ്സിൻ്റെ സ്റ്റുഡൻ്റുണ്ട്.
പിന്നെ ധാരാളം അധ്യാപകർ ഹയർ സെക്കൻഡറി ലെവലിലും ധാരാളം ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽമാരുണ്ട്, കൊമേഴ്സിലെ സ്റ്റുഡൻസ് പ്രിൻസിപ്പൽമാരുണ്ട്, കോളേജ് അധ്യാപകരുണ്ട്. അപ്പോൾ കൊമേഴ്സിൻ്റെ പൂർവ്വ വിദ്യാർത്ഥി സമ്പത്തെന്ന് പറയുന്നത് വളരെ ചെറുതല്ല. അപ്പോൾ ഇതുപോലൊരു പൂർവ്വ വിദ്യാർത്ഥി ധാരാളം വക്കീലന്മാർ, ബാങ്ക് ഉദ്യോഗസ്ഥർ, ടീച്ചേഴ്സ്, അങ്ങനെ ധാരാളം നിലയിൽ ബിസിനസ്സുകാർ, അങ്ങനെ ധാരാളം നിലയിൽ വിവിധ തുറകളിൽ പ്രവർത്തിക്കുന്ന ധാരാളം പൂർവ്വ വിദ്യാർത്ഥികളുള്ള ഈ കൊമേഴ്സ് വിഭാഗത്തിന്, കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിന് ഇതുപോലൊരു സംരംഭം തുടങ്ങാനും അതിൻ്റെ ആ കൃത്യസമയത്ത് തന്നെ അത് പൂർത്തീകരിക്കാനും ആയതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് അതിന് സഹായകമായിട്ട് നിന്നത്, ഒരു ഫണ്ടിൻ്റെ ഒരു ഷോർട്ടേജൊക്കെ വന്നപ്പോൾ 10 ലക്ഷം രൂപ വേണം, മിനിമം വേണമെന്ന് കാര്യം നല്ല ഒരു ഗ്രൂപ്പിനെ കൊണ്ടിത് ഇൻസ്റ്റാൾ ചെയ്യിക്കണം. പ്രത്യേകിച്ച് സോളാർ സിസ്റ്റമൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുമ്പം അത് കഴിഞ്ഞുള്ള സർവീസാണ് പ്രധാനം. ഇത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷമുള്ള സർവീസ് എങ്ങനെ കിട്ടുമെന്നുള്ളതാണ് പ്രധാനം. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ട്രഷറൊക്കെ അതിനകത്ത് വളരെ കൃത്യമായിട്ട് വാശി പിടിച്ച് ഏറ്റവും നല്ല ഉള്ള ഒരു ഗ്രൂപ്പിനെ കൊണ്ട് മാത്രമേ ഇത് ഇൻസ്റ്റാൾ ചെയ്യിക്കത്തുള്ളൂ. അപ്പോൾ തന്നെ കോസ്റ്റ് കൂടും. അപ്പോൾ അതുകൊണ്ട് അതിന് സഹായമായിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് കളക്ഷൻ ഡിഫറൻസ് ഉണ്ടെങ്കിൽ മാനേജ്മെൻറ്റ് അത് ഏറ്റെടുക്കാം എന്നൊരു വോളണ്ടറി ചെയ്ത് അതിന് സഹായിച്ച ഐസക് സാറിനെ ഞാൻ അനുമോദിക്കുന്നു. സാറിനോടുള്ള പ്രത്യേകിച്ചുള്ള നന്ദി അറിയിക്കുകയും ചെയ്തു. പ്രത്യേകിച്ച് 2,60,000 രൂപ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നാണ് ഇതിന് ചിലവാക്കി. ഏറ്റവും ഭംഗിയായിട്ട് സാർ കൂടെ നിന്ന് ഈ സിസ്റ്റമൊക്കെ ഇൻസ്റ്റാൾ ചെയ്തു. അപ്പോൾ ഇതിനുവേണ്ടി പണം തന്ന എല്ലാ പൂർവ്വ വിദ്യാർത്ഥികളെയും, അവരെ ഇത് കേൾക്കുന്നുണ്ടായിരിക്കാം, ഇല്ലായിരിക്കാം, തന്ന എല്ലാ പൂർവ്വ വിദ്യാർത്ഥികളുള്ള നന്ദിയും സ്നേഹവും ഞാൻ ഈ തരുണത്തിൽ അറിയിക്കട്ടെ. പ്രത്യേകിച്ച് അതിന് എഫേർട്ട് നടത്തിയ വളരെ പ്രാവശ്യം ഈ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റൊക്കെ ഡിസ്കറേജായി പോയിട്ടുണ്ട്. അതായത് മോശമായ പ്രതികരണം പല ഭാഗത്തുനിന്ന് കേട്ടിട്ടുണ്ട്. ഫണ്ട് കാര്യം പിരിവ് ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മോശമായ പ്രതികരണമൊക്കെ കേൾക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് അന്നേരമൊക്കെ ഡിസ്കറേജായിട്ടുണ്ട്. അന്നേരമൊക്കെ എന്നാലും വീണ്ടും 2 ദിവസം കഴിയുമ്പോൾ വീണ്ടും ഒരു കൂടുതൽ ശക്തി ആർജിച്ച് എനർജൈസ് ആയിട്ട് പ്രവർത്തിക്കാൻ ഇതിൻ്റെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റും പ്രത്യേകിച്ച് അലുമിനി അസോസിയേഷൻ്റെ സെക്രട്ടറിക്കൊക്കെ കഴിഞ്ഞു. അവരെയൊക്കെ ഞാൻ അനുമോദിക്കുന്നു. നിങ്ങളുടെയൊക്കെ പ്രവർത്തനങ്ങൾക്ക് വളരെ ഫലവത്തായിട്ട് ഈ ഒരു സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യാൻ കഴിഞ്ഞതിൽ വളരെയധികം നന്ദിയുണ്ട്. പ്രത്യേകിച്ച് അലുമിനി അസോസിയേഷന് അതിന് നേതൃത്വം നൽകാൻ കഴിഞ്ഞതിൽ, പ്രത്യേകിച്ച് ആദ്യത്തെ ബാച്ചിലുള്ള നമ്മുടെ ആദ്യ ബാച്ചിലെ സ്റ്റുഡൻസ് ആയിരുന്നു അതിന് വളരെ എനർജി തന്ന ഒരു ഗ്രൂപ്പായിരുന്നു. അപ്പോൾ അവരൊക്കെ പ്രത്യേകിച്ച് അന്ന് തന്നെ ഇതിനു വേണ്ടി കോൺട്രിബ്യൂഷൻ തന്നു. ഇപ്പോൾ വീണ്ടും അവരുടെ 50 വർഷം പാസ് ഔട്ടായതിൻ്റെ 50 വർഷം ആകുമ്പോൾ വീണ്ടും എൻഡോമെൻ്റ് ഏർപ്പെടുത്താൻ തയ്യാറായിട്ട് നിൽക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള സംരംഭങ്ങൾ, ഇങ്ങനെയുള്ള കോൺട്രിബ്യൂഷൻ സഹായങ്ങൾ കോളേജിന് കിട്ടുന്നത് വളരെയധികം സന്തോഷമുള്ള കാര്യമാണ്. എന്നാൽ പല കോണിൽ നിന്നൊക്കെ മോശപ്പെട്ട അല്ലെങ്കിൽ കളിയാക്കുന്ന വാചകങ്ങൾ വരും. ഞാൻ ഓർക്കുന്നു, ഇപ്പോൾ തിരുമനസ്സുകൊണ്ട് പറഞ്ഞ 88 പുതിയ ബിൽഡിങ്, നമ്മുടെ കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് പുതിയ ബിൽഡിംഗ് ഒന്ന് തിരുമേനി ഉള്ളപ്പോഴാണ്, അത് തിരുമേനി മാനേജറായിട്ടിരുന്നപ്പോഴാണ് അത് ഉദ്ഘാടനം ചെയ്തത്. അന്ന് ആ ബിൽഡിങ്ങിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് കെമിസ്ട്രി ബ്ലോക്കുണ്ട്, സുവോളജി, ബോട്ടണി, പിന്നെ ബയോളജി ബ്ലോക്കുണ്ട്, ഫിസിക്സ് ബ്ലോക്കുണ്ട്. എന്നാൽ കൊമേഴ്സിൻ്റെ ഒരു ബ്ലോക്കിൻ്റെ പ്രത്യേകത, കൊമേഴ്സിൻ്റെ എല്ലാ ക്ലാസ്സുകളും ആ ബ്ലോക്കിലാണ്. എല്ലാ കൊമേഴ്സിൻ്റെ എല്ലാ പ്രീ ഡിഗ്രി ഉൾപ്പെടെയുള്ള എല്ലാ ക്ലാസ്സിലും ആ ഒരു ബിൽഡിങ്ങിലാണ്. അത് 88 അപ്പോൾ അന്ന് ഈ സ്വാശ്രയ ഓട്ടോണമസ് കോളേജ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് പോലും നമ്മുടെ കേരളത്തിലില്ല. അപ്പോൾ അന്ന് പലരും പറയുന്നുണ്ടായിരുന്നു, കൊമേഴ്സുകാരങ്ങ് ഓട്ടോണമസായി. അപ്പോൾ അങ്ങനെയുള്ള കമൻറ്റുകളൊക്കെ അന്ന് പറയാം, കൊമേഴ്സുകാർ ഓട്ടോണമസ് യൂണിവേഴ്സിറ്റിയായി എന്നുള്ള കമൻറ്റുകളൊക്കെ അന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്ന് പുതിയ സംരംഭങ്ങളായിട്ട് മുന്നോട്ട് വന്നാൽ, ആര് മുന്നോട്ട് വന്നാലും ചെറിയ കമൻറ്റുകളും ഒക്കെ കേട്ടെന്നിരിക്കും. അതിലൊന്നും പിന്മാറാതെ മേൽക്കുമേൽ പുതിയ സംരംഭങ്ങളുമായിട്ട് മുന്നോട്ട് വരാൻ കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിന് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ സോളാർ സിസ്റ്റം കൃത്യസമയത്ത് തന്നെ ഇൻസ്റ്റാൾ ചെയ്ത മാനേജ്മെൻറ്റിനോടും കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എല്ലാ അധ്യാപകരോടും പ്രത്യേകിച്ച് ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റൊക്കെ എല്ലാ നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. Thank you, sir. We are really fortunate to have your guidance and support. The man with distant vision, idol of knowledge and experience, and an inspiration to all with his smiling face and words. I am glad to invite Professor Isaac Abraham, College Treasurer, Governing Council Member, for a few words. College Principal, Dr. Matthew P. Jones, sir, Commerce Department
മേധാവി പ്രൊഫസർ റെജി കെ തെരിയൻ, കൊമേഴ്സ് അസോസിയേഷൻ അലുമിനി വൈസ് പ്രസിഡന്റ് ഡോക്ടർ മാമൻ സക്രിയ സാർ, തോമസ് ഫറീസ് സാർ, PTA വൈസ് പ്രസിഡന്റ് ബെന്നി പുത്തമ്പറമ്പിൽ, ജനറൽ അലുമിനി സെക്രട്ടറി പ്രൊഫസർ ലിബൂസ് ജേക്കബ് എബ്രഹാം, പ്രിയ പൂർവ്വ വിദ്യാർത്ഥികളെ, അധ്യാപകരെ, നമ്മുടെ കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഗോൾഡൻ ജൂബിലിയുടെ സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും കോളേജ് മാനേജ്മെൻറ്റിൻ്റെ പേരിൽ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. 1968 ആരംഭിച്ച കോഴഞ്ചേരി സെൻറ് തോമസ് കോളേജിലെ കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിനെ അക്കാഡമിക് രംഗത്തൊരു മികവുറ്റ ഫാക്കൽറ്റിയായി വളർത്തിയെടുക്കുന്നതിന് പ്രവർത്തിച്ചിട്ടുള്ള കോളേജ് മാനേജർമാർ, ഗവേണിംഗ് കൗൺസിൽ മെമ്പേഴ്സ്, അധ്യാപകർ, അനധ്യാപകർ, വിദ്യാർത്ഥികൾ എല്ലാവരെയും ഈ സമയത്ത് നന്ദിയോടെ ഓർക്കുന്നു. അഭിമന്യ ഡോക്ടർ ജോസഫ് ബർത്തോം മെത്രാപ്പോലീത്ത തിരുമേനി കോളേജ് മാനേജർ ആയിരുന്ന 1988 കാലത്താണ് കൊമേഴ്സ് ബ്ലോക്ക് നിർമ്മാണം ആരംഭിക്കുന്നതും പൂർത്തീകരിക്കുന്നതും എന്നുള്ള കാര്യം നന്ദിയോടെ ഓർക്കുന്നു. ഈ ഡിപ്പാർട്ട്മെൻറ്റിലെ പൂർവ്വ വിദ്യാർത്ഥികൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വളരെ ഉയർന്ന പദവിയുള്ള ജോലികൾ നിർവഹിക്കുന്നു എന്നുള്ളത് നമുക്കെല്ലാവർക്കും അഭിമാനമാണ്. സജീവ സേവനത്തിൽ നിന്നും വിരമിച്ച പൂർവ്വ വിദ്യാർത്ഥികളുമുണ്ട്. കൊമേഴ്സ് പൂർവ്വ വിദ്യാർത്ഥികളിൽ നിന്ന് കോളേജിന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ സംഭാവനകൾക്കും നന്ദി രേഖപ്പെടുത്തുന്നു, അഭിമാനിക്കുന്നു. കൊമേഴ്സ് അലുമിനി അസോസിയേഷൻ കോളേജിനോടും വിദ്യാർത്ഥികളോടും സമൂഹത്തോടും പ്രതിബദ്ധതയുള്ള ഒരു കൂട്ടായ്മയായി നിലനിൽക്കട്ടെ എന്ന് ആശംസിക്കുന്നു. കോളേജ് മാനേജ്മെൻറ്റ് കഴിഞ്ഞ 2 വർഷമായി കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിന് കൂടുതൽ പരിഗണന നൽകുന്നു എന്നുള്ളത് ഡിപ്പാർട്ട്മെൻറ്റ് സന്ദർശിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവുന്നതാണ്. ഡിപ്പാർട്ട്മെൻറ്റ് കമ്പ്യൂട്ടർ ലാബ് കംപ്ലീറ്റ് റിനോവേഷൻ നടത്തി, കൊമേഴ്സ് ബ്ലോക്ക് ഇലക്ട്രിഫിക്കേഷൻ ചെയ്തു, ഗ്രൗണ്ട് ഫ്ലോർ ടൈലിംഗ്, പെയിൻറ്റിംഗ് പൂർത്തീകരിച്ചു, നാഷണൽ സെമിനാറിന് മാനേജ്മെൻറ്റ് കോൺട്രിബ്യൂഷൻ നൽകി, 12 kV സോളാർ പാനൽ സിസ്റ്റം സ്ഥാപിക്കുന്നതിന് സാമ്പത്തിക സഹായം നൽകി. ഈ സമ്മേളനത്തിന് മാനേജ്മെൻറ്റിൻ്റെ എല്ലാ ആശംസകളും അറിയിക്കുന്നു. കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് അക്കാഡമിക് രംഗത്ത് കൂടുതൽ ഉന്നതിയിലേക്ക് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. താങ്ക് യു സർ. ആശംസകൾ നേരുന്നതിനായി കോളേജ് PTA വൈസ് പ്രസിഡന്റും ഗവേണിംഗ് കൗൺസിൽ അംഗവുമായ ശ്രീ ബെന്നി പുത്തൻപറമ്പിലിനെ ക്ഷണിക്കുന്നു. ആദരണീയനായ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ മാത്യു പി ജോൺ സാറ്, കൊമേഴ്സ് വിഭാഗത്തിൻ്റെ മേധാവി പ്രൊഫസർ റെജി കെ തെരിയൻ സാറ്, കോളേജിൻ്റെ ബഹുമാന്യനായ ട്രഷറർ പ്രൊഫസർ ഐസക് എബ്രഹാം സാറ്, അലുമിനിയുടെ വൈസ് പ്രസിഡൻറ്റും ഈ കോളേജിലെ മുൻ അധ്യാപകൻ കൂടിയായ ബഹുമാന്യനായ ഡോക്ടർ മാമൻ സക്കറിയ സാറ്, നേരത്തെ ഈ കോളേജിൻ്റെ ഫസ്റ്റ് ബാച്ചിനെ പ്രതികരിച്ചുകൊണ്ട് എത്തിച്ചേർന്ന പ്രിയപ്പെട്ട തോമസ് വറീസ് സാറ്, കോളേജ് അലൂമിനിയുടെ ബഹുമാന്യനായ സെക്രട്ടറി കോളേജിലെ അധ്യാപകൻ കൂടിയായ ലിബൂസ് ജേക്കബ് എബ്രഹാം സാറ്, റിപ്പോർട്ട് അവതരിപ്പിച്ച പ്രിയപ്പെട്ട ജയ മാഡം, ഇവിടെ വോട്ട് ഓഫ് താങ്ക്സ് അറിയിക്കുന്ന ജീതു റേച്ചൽ മാത്യു മാഡം, മറ്റിവിടെ സന്നിഹിതരായിരിക്കുന്ന അധ്യാപക ശ്രേഷ്ഠർ, പ്രിയമുള്ളവരെ, ഞാൻ രക്ഷകർത്ത സമൂഹത്തെ പ്രതികരിച്ചുകൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത്. ഒരു വിദ്യാഭ്യാസ സ്ഥാപനം അത് മറ്റേതൊരു സ്ഥാപനത്തെക്കാളും ഒരുപക്ഷെ നമ്മളെ ദൈനംദിനം നമ്മൾ ആശ്രയിക്കുന്ന മറ്റ് വില്ലേജ് ഓഫീസ്, പഞ്ചായത്ത് ഓഫീസ്, അല്ലെങ്കിൽ ആശുപത്രികൾ, പോസ്റ്റ് ഓഫീസ്, മറ്റുള്ള എല്ലാ സ്ഥാപനങ്ങളെക്കാളും ഒരു സമൂഹത്തെ അല്ലെങ്കിൽ ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം, സ്റ്റേറ്റിനെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രാധാന്യമർഹിക്കുന്ന സ്ഥാപനം വിദ്യാഭ്യാസ സ്ഥാപനമാണ് എന്നതിൽ സംശയമില്ല. കോഴഞ്ചേരി പ്രദേശത്ത് ഇപ്രകാരമുള്ള ഒരു ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം ആരംഭിക്കുവാൻ ദീർഘവീക്ഷണത്തോടുകൂടി പ്രയത്നിച്ച എല്ലാവരെയും നമുക്ക് അവരുടെ കഠിനാധ്വാനത്തെയും അവർ നമുക്കായി അനുഭവിച്ച ത്യാഗത്തെയും
വളരെ നന്ദിയോടുകൂടി തന്നെ ഓർക്കേണ്ടതായിട്ടുണ്ട്. ദീർഘമായി ഞാനൊന്നും തന്നെ സൂചിപ്പിക്കുന്നില്ല. എങ്കിലും ഒരു കോളേജിൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് 50 വർഷം പൂർത്തിയാക്കുമ്പോൾ ആ ഡിപ്പാർട്ട്മെൻറ്റ് ഉയർച്ചയിൽ നിന്ന് ഉയർച്ചകളിലേക്ക് ഉയരുകയാണ് ചെയ്തത്. അതിൽ രക്ഷകർത്താക്കൾക്ക് വളരെ സന്തോഷമുണ്ട്, നന്ദിയുണ്ട്, അഭിമാനമുണ്ട്. ഇന്ന് കോഴഞ്ചേരി സെൻറ്റ് തോമസ് കോളേജിലെ കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കുട്ടികളെ അയക്കുന്നതിന് റാന്നി മേഖല ഉൾപ്പെടെ ചിറ്റാർ സീതത്തോട് മേഖലയിലെ രക്ഷകർത്താക്കൾക്ക് പോലും സന്തോഷവും അഭിമാനവുമുണ്ട്. കാരണം അത് ഈ ഡിപ്പാർട്ട്മെൻറ്റ് കഠിനാധ്വാനത്തിലൂടെ ഉണ്ടാക്കിയെടുത്ത, ആർജിച്ചെടുത്ത ഒരു വലിയ ഗുഡ്വില്ലാണ്. അതിന് കോളേജ് മാനേജ്മെൻറ്റ്, പ്രിൻസിപ്പൽമാർ, ഇപ്പോഴത്തെ പ്രിൻസിപ്പൽ, മുൻ അധ്യാപകർ, ഇപ്പോഴത്തെ അധ്യാപകമാർ, ഇവിടുത്തെ HOD അടക്കമുള്ള എല്ലാവരെയും ഞങ്ങൾ ഹൃദയംഗമായി അതിൽ അഭിനന്ദിക്കുകയും ഞങ്ങൾക്കുള്ള കൃതജ്ഞതയുടെ പൂച്ചെണ്ടുകൾ ഈ ഡിപ്പാർട്ട്മെൻറ്റിന് അറിയിക്കുകയും സമർപ്പിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു വിഭാഗമാണ് വിദ്യാർത്ഥികൾ. നമ്മൾ 50 വർഷം വാൽഡക്ടറി ഫംഗ്ഷനിലേക്ക് വരുമ്പോൾ ഈ ഡിപ്പാർട്ട്മെൻറ്റിലൂടെ കടന്നുപോയ വിദ്യാർത്ഥി സമൂഹം, അവരുടെയും വലിയ പിന്തുണ, സഹകരണം നമുക്കുണ്ടായിട്ടുണ്ട്. ബഹുമാനായ പ്രിൻസിപ്പൽ സാറ് വിദ്യാർത്ഥി ആയിരിക്കുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്നതായ നിലവിലെ അന്നത്തെ സ്ഥിതിയെപ്പറ്റി പറഞ്ഞു. അന്നത്തെ സാഹചര്യവുമായി ഏറെ പൊരുത്തപ്പെട്ട് ലക്ഷ്യം മറ്റൊന്നാണ് എന്ന് കണ്ടുകൊണ്ട് അതിനനുസൃതമായി പാഠ്യ പദ്ധതിക്കുള്ള സിലബസിന് വേണ്ടിയുള്ള ആ സംവിധാനത്തിലൂടെ കടന്നുപോയ വിദ്യാർത്ഥികൾ, ഇപ്പോഴത്തെ വിദ്യാർത്ഥികളെ ഇപ്പം വലിയ ഐസക് സാറ് വിട്ടുപോയൊരു കാര്യമുണ്ട്. വലിയൊരു കമ്പ്യൂട്ടർ ലാബുണ്ട് ഇപ്പം. സത്യത്തിൽ നേരത്തെ നമ്മുടെ കൊമേഴ്സിലെ കുട്ടികൾ, എനിക്കൊന്ന് 10 കുട്ടികൾക്കൊക്കെ ഒരു കമ്പ്യൂട്ടറും കണ്ടായിരുന്നു തോന്നുന്നു. ആ രീതിയിലായിരുന്നു. നല്ല രീതിയിൽ നമ്മൾ വളർച്ചയിലെത്തി. അന്നും ഇവിടെ കഠിനമായി നമ്മളോട് സഹകരിച്ച് നിന്ന, കോളേജിനോട് സഹകരിച്ച, ഡിപ്പാർട്ട്മെൻറ്റിനോട് സഹകരിച്ച പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെയും ഞാൻ ഈ സമയത്ത് അഭിനന്ദിക്കുകയാണ്. എല്ലാവരും കൂടി ചേർന്നപ്പോൾ ഇതൊരു വളരെ മനോഹരമായ ഒരു സൗധമായി, ഒരു വലിയ ഡിപ്പാർട്ട്മെൻറ്റായി. മാർത്തോമാ സഭയ്ക്കും കോഴഞ്ചേരിക്കും ഈ സമൂഹത്തിനും അഭിമാനിക്കത്തക്ക രീതിയിൽ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിലെ എന്ന് മാത്രമല്ല കേരളത്തിലെ എടുത്തു പറയത്തക്ക ഒരു ഡിപ്പാർട്ട്മെൻറ്റായി കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് മാറുവാൻ തക്കവണ്ണം കഠിനാധ്വാനം ചെയ്ത എല്ലാവരെയും, ഇപ്പോൾ അതിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ അധ്യാപക ശ്രേഷ്ഠരെയും, അതിനോട് ചേർന്ന് നിൽക്കുന്ന എല്ലാവരെയും രക്ഷകർത്ത സമൂഹത്തിനു വേണ്ടി ആത്മാർത്ഥമായി ഹൃദയംഗമായി അഭിനന്ദിച്ചുകൊണ്ട് ഇതിലൂടെ, ഈ പ്രവർത്തനങ്ങളിലൂടെ, ഈ ആഘോഷങ്ങളിലൂടെ ഇത് കൂടുതൽ നന്മയുടെ, പുരോഗതിയുടെ, ഐശ്വര്യത്തിൻ്റെ പ്രകാശം പരത്തുവാൻ ഇടയാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. Thank you, sir, for your inspiring words. With equal pleasure, I invite Professor Lipus Jacob Abraham, Secretary of Alumni Association of St. Thomas College, Koranjeri, for felicitation. ആദരണീയനായ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ മാത്യു പി ജോൺ സർ, കൊമേഴ്സ് വിഭാഗം മേധാവി പ്രിയങ്കരനായ വിജയ് കെ തെരിയൻ സർ, മുൻ പൂർവ്വ വിദ്യാർത്ഥി പ്രതിനിധിയായ ഇവിടെ സംസാരിച്ച ബഹുമാനപ്പെട്ട തോമസ് വർഗീസ് സർ, മാമൻ സക്രിയ സാർ, ബെന്നി പുത്തമ്പറവിൽ അവർകൾ, വേദിയിലും സദസ്സിലും സന്നിഹിതരായിരിക്കുന്ന ഏറെ പ്രിയപ്പെട്ട അധ്യാപകരെ, പൂർവ്വ വിദ്യാർത്ഥികളെ, സുഹൃത്തുക്കളെ, നിങ്ങൾക്കെൻ്റെ നമസ്കാരം. ഒരു വിദ്യാഭ്യാസ കേന്ദ്രത്തെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് 6.25 പതിറ്റാണ്ട് പിന്നിട്ടൊരു കോളേജിൽ 50 വർഷം പിന്നിടുന്ന ഒരു വിഭാഗം പ്രവർത്തിക്കുക എന്ന് പറയുന്നത് ചെറിയൊരു കാലയളവല്ല. എന്നാൽ അതൊരു വലിയ കാലയളവുമല്ല. അതേസമയത്ത് വളരെ ശക്തവും സുവ്യക്തവുമായ പാരമ്പര്യം അവകാശപ്പെടാൻ കഴിയുന്ന ഒരു കാലയളവ് കൂടിയാണ് അതെന്നുള്ളതാണ് നമ്മുടെ കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ
ഈ സുവർണ ജൂബിലി ആഘോഷത്തിൻ്റെ സമാപന ചടങ്ങിൽ നിന്നുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പക്ഷേ ഈ 50 വർഷം പിന്നിടുന്ന ഈ സമയത്ത് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഈ കോളേജിനെ ഏതാണ്ട് 70 വയസ്സിൽ വരെ എത്തിക്കുന്ന ഈ ഒരു കാലയളവിലേക്ക് നമ്മളെ വളർത്തിയത് മലങ്കര മാർത്തോമാ സുറിയാനി സഭ എന്ന സഭയുടെ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ടാണ് എന്നാണ്. മധ്യ തിരുവിതാംകൂറിൻ്റെ ചെറിയ മേഖലയിൽ വളരെ എളിയ രീതിയിൽ തുടങ്ങി ലോകത്തിൻ്റെ പല ഭാഗത്തേക്ക് വളരുകയും പടരുകയും ചെയ്ത ഈ സഭ എത്ര കൃത്യമായാണ് കേരളത്തിൻ്റെ പൊതുസമൂഹ നിർമ്മിതിയിൽ ഇടപെട്ടത് എന്നത് സഭയുടെ ചരിത്രം പഠിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവും. പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മേഖലയിൽ മാർത്തോമാ സഭ നടത്തിയ ഇടപെടലുകൾ കേരളത്തിൻ്റെ പൊതുസമൂഹത്തെ പുതുക്കിപ്പണിയുന്നതിൽ വളരെ നിർണായകമായ പങ്ക് വഹിച്ചിട്ടുണ്ട്. കാരണം കേരളത്തിൻ്റെ ഒരറ്റം മുതൽ തിരുവനന്തപുരം മുതൽ അങ്ങ് വടക്കേ അറ്റം വരെ മലബാർ വരെ നീളുന്ന മേഖലയിൽ LP സ്കൂളുകളൊരു ശൃംഖല നിർമ്മിച്ചുകൊണ്ടാണ് മാർത്തോമാ സഭ വിദ്യാഭ്യാസ മേഖലയിലേക്ക് കടന്നത്. അതിൻ്റെ ഒരു അടുത്ത പടവ് എന്നുള്ള നിലയിലാണ് കോളേജുകൾ 1950കളിൽ കോളേജുകൾ സ്ഥാപിക്കുകയും നടത്തിക്കൊണ്ടുപോവുകയും ചെയ്യുക എന്ന നിലപാടിലേക്ക് സഭ കടന്നു വരും. തിരുവല്ലയിലും കോഴഞ്ചേരിയിലും ചെങ്ങന്നൂരിലും മാത്രമല്ല, വടക്കൻ തിരുവിതാംകൂറിലേക്കും മലബാർ മേഖലയിലേക്കും കോളേജ് സഭയുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ പ്രവർത്തനങ്ങൾ കടന്നു ചെന്നത് 1980കളോടുകൂടിയാണ്. ഇപ്പോഴും മലബാർ മേഖലയിലെ ആളുകളിലേക്ക് നമ്മൾ അവിടേക്ക് നിന്ന് സംസാരിക്കുമ്പോൾ അവിടുത്തെ ആളുകളൊക്കെ പറയുന്നുണ്ട്, മാർത്തോമാ സഭ അവരുടെ സമൂഹത്തിൽ ലോക്കൽ കമ്മ്യൂണിറ്റിയിൽ ചെലുത്തിയ സ്വാധീനം എത്ര വലുതായിരുന്നു എന്നത്. അതെത്ര കൃത്യമായാണ് ഒരു പൊതുസമൂഹത്തെ, ഒരു പ്രാദേശിക സമൂഹത്തെ സ്വയം പര്യാപ്തമാക്കി മാറ്റിയതിൽ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വഹിച്ച പങ്ക് എത്ര വളരെ വലുതായിരുന്നു എന്നതിനെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നത് ഇത്തരത്തിൽ ഏറ്റവും സന്തോഷകരമായ കാര്യമാണ്. ആ ഒരു തലത്തിൽ നിന്നുകൊണ്ട് ഇടപെടുമ്പോൾ, അല്ലെങ്കിൽ സഭയുടെ ഇടപെടലുകൾ ഏറ്റവും സംഗതമായി മാറിയ ഒരു സ്ഥലമാണ് കോഴഞ്ചേരി എന്ന് നമുക്ക് കാണാൻ പറ്റും. എത്ര ത്യാഗത്തോടു കൂടിയിട്ടാണ് ഈ കോളേജിനെ ഇവിടെ പടുത്തുയർത്തി. ചെറിയ തുടക്കത്തിൽ നിന്ന് ഏതാണ്ട് 13ഓളം ഡിപ്പാർട്ട്മെൻറ്റുകളുള്ളൊരു കോളേജായി കോഴഞ്ചേരി സെയിൻറ്റ് തോമസ് കോളേജ് മാറിയിട്ടുണ്ടെങ്കിൽ, അതൊരു പ്രദേശത്തിൻ്റെ ആകെ ശിരോലിഖിതവും മുഖച്ഛായയും മാറ്റുന്നതിന് കാരണമായി മാറിയിട്ടുണ്ടെങ്കിൽ, ആ കോളേജിനെക്കുറിച്ചുള്ള അല്ലെങ്കിൽ ഈ സ്ഥാപനത്തെക്കുറിച്ചുണ്ടായിരുന്ന ലക്ഷ്യവും അതിനെക്കുറിച്ച് പുലർത്തിയിരുന്ന ഉൾക്കാഴ്ചയും തന്നെയാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. പ്രത്യേകിച്ച് കോഴഞ്ചേരി സെയിൻറ്റ് തോമസ് കോളേജിലെ ഏറ്റവും സജീവവുമായും സക്രിയമായും ഇടപെട്ടിരുന്ന ഒരു വിഭാഗം എന്നുള്ള നിലയിൽ വാണിജ്യശാസ്ത്ര വിഭാഗം ഏറ്റവും ശ്രദ്ധയാകർഷിക്കുന്ന ഒന്നായിരുന്നു. നമ്മളിപ്പോൾ പലപ്പോഴും പറയുന്ന ഒരു വാക്കാണ്, നമ്മളിന്ന് അനുഭവിക്കുന്ന തണൽ നമുക്ക് മുമ്പ് സഞ്ചരിച്ചവർക്കുണ്ട വെയിലാണ് എന്ന് പറയുന്നത്. ഇന്ന് ഈ കോഴഞ്ചേരി കോളേജും ഇവിടെ ഉൾക്കൊണ്ടിരിക്കുന്ന നമ്മളും ഇവിടെ ഉൾച്ചേർന്നിരിക്കുന്ന നമ്മളും അനുഭവിക്കുന്ന തണലുകളൊക്കെ നമുക്ക് മുമ്പേ സഞ്ചരിച്ചു പോയ ആളുകൾ കൊണ്ട വെയിലിൻ്റെയും അവരനുഭവിച്ച ത്യാഗത്തിൻ്റെയും ഫലമാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അത് വലിയ സന്തോഷമുണ്ട്. ഒരു 50 വർഷം പിന്നിടുന്ന ഈ വേളയിൽ ഈ സമാപന സമ്മേളനത്തിൽ നിങ്ങളോടൊന്നിച്ച് പങ്കെടുക്കുകയും ആശംസ നേരുകയും ചെയ്യുന്നതിൽ ഏറെ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് ഒരു അലൂമിനിയുടെ ഭാഗമായി നിന്നുകൊണ്ട് തന്നെ സംസാരിക്കുന്നതിലേറെ സന്തോഷം. 50 വർഷം പിന്നിടുമ്പോൾ ഇനിയും നമുക്കേറെ സഞ്ചരിക്കാനുണ്ട് എന്ന് ബോധ്യം ഉണ്ടാവേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ന്യൂ എഡ്യൂക്കേഷൻ പോളിസി നിലവിൽ വരുന്നതോടുകൂടി ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെയും ചില ആശങ്കകളെ നേരിടുന്നുണ്ട്. അത് സത്യവുമാണ്. നമുക്കൊരിക്കൽ പോലും അതിൽ നിന്ന് മാറി നിൽക്കുന്നതിന് സാധ്യവുമല്ല. അതിനോട് മുഖം തിരിച്ചു നിൽക്കുന്നതിന് നമുക്ക് കഴിയുകയില്ല. അതുകൊണ്ട് തന്നെ പുതിയ കാലത്തിനനുസരിച്ച് നമ്മുടെ വിദ്യാഭ്യാസ രീതികൾ മാറേണ്ടതുണ്ട്, നമ്മുടെ പ്രവർത്തനങ്ങൾ ചിട്ടപ്പെടുത്തേണ്ടതുണ്ട്. അങ്ങനെ ഒരു മികച്ച സംവിധാനം രൂപപ്പെടുത്തുന്നതിന് നമ്മുടെ കോളേജിനും പ്രത്യേകിച്ച് ഈ 50 വർഷം പിന്നിടുന്ന സുവർണ ജൂബിലി ആഘോഷിക്കുന്ന ഈ കോമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിനും സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഈ വാക്കുകളെ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും എല്ലാ നന്മകളും ഒരിക്കൽ കൂടി നേരുന്നു.
താങ്ക് യു സർ ഫോർ യുവർ ഇൻസ്പയറിംഗ് വേർഡ്സ്. കൃതജ്ഞത അറിയിക്കുന്നതിനായി കൊമേഴ്സ് വിഭാഗം അധ്യാപിക ശ്രീമതി ജീതു റേച്ചൽ മാത്യുവിനെ ക്ഷണിക്കുന്നു. Distinguished dignitaries, honored of the dais, dear teachers, alumni, and friends. I am overwhelmed with joy as I stand here after a fascinating and wonderful session. We got two memorable events to cherish today. Our department celebrated its Golden Jubilee year, and we could wind it up with a beautiful function. And we got a solar power system to fulfill our energy requirements in an eco-friendly manner. This was a teamwork of former teachers, alumni, and well-wishers who have lent their shoulders to our department are here today, and I take this opportunity to say heartfelt thanks to all. I thank our manager Tirumeni in his absence, who is very passionate about our department. His Grace kindly consented to inaugurate our function and to dedicate the solar power system. Tirumeni reminded us about the department's beginning and gave valuable suggestions for our future growth. I thank our Tirumeni for always being such a solid support system. Reverend Thomas Matthew Achan, Vicar of St. Thomas Marthoma Church, also came here, and I would like to thank Achan for his graceful presence and support. Let me express our gratitude to our college principal, Dr. Matthew P. Jones, sir, for being here and for his kind words. We are indeed very happy as he is our alumnus too. We are very grateful to you, sir, for the support and guidance offered. Advocate G.M. Edukula, sir, one among the giants who shaped and gave direction to our department. It was so nice to have him with us today and to have the benefits of his rich insights, his memories, and of course his humor. Thank you on behalf of all of us, even in his absence. Our HOD, Professor Raji Ketarian, sir, he orchestrated this function very well and took care of even the minute details of this function. Thank you, sir, for your unwavering spirit and passion towards our department. Professor Dr. Mohammed Zakaria, sir, Vice President and guiding force of Commerce Alumni Association, sir gave an excellent overview of our departments as well as our Alumni Association's achievements. Thank you, sir, for all your past and present inputs to our department. A big thanks to Professor Isaac Abraham, sir, College Treasurer. We could watch the institution being transformed under his able leadership. His commitment and involvement for the growth of our institution is commendable. Thank you very much, sir, for sparing your valuable time. Professor Libus Jacob Abraham, our College Alumni Association Secretary, a well-wisher of our department, whom we could approach any time for suggestions, a great human being who is always ready to lend a helping hand to anyone in need. My sincere thanks for your precious presence, sir. Special thanks to Thomas Verghese, sir, who felicitated our function representing our first batch of 1968. We heard his opinion that our department's growth over the years is due to very good systems established. We are grateful for your presence, sir, and we assure you that we will try our best to keep up the good systems. I would like to thank Sri Benny Puthambanapil, sir, for felicitating the function on behalf of Parent Teachers Association. Thank you, sir. And the real unsung heroes of this function, the Commerce Alumni Executive. The Executive Committee was so deeply immersed in the solar project right from the beginning under the able leadership of Dr. Leena Kicharian, Secretary of Commerce Alumni Association. I'm sure she is now well versed even in the minute technical details about the project. Such a charismatic personality who could prompt everyone to deliver their best. Her dedication and passion towards the project is worth mentioning. Thank you, dear Leena Miss, for knowingly irritating us so that we could deliver our best. Thank you, Miss. Special thanks to our technical support team, Sharon and Johan, who handled our promo videos, brochures, and recordings. Jackson and Justin, sir, for the hard work behind our YouTube channel. You all have been exceptionally helpful and been very, very supportive. Thank you, dears. I would be failing in my duty if I didn't thank our dear former teachers. Actually, we stand on their shoulders, the part and parcel of our department, who lifted our department to its present stature. I have been so lucky to be a student of such great academicians. Thank you, dear teachers, even in their absence, for being here and for blessing us with your warm presence. Thank you from the bottom of my heart. Special mention to all my dear colleagues,
Betty Mills, with her magical voice, lifted our spirits and gave a heavenly experience. Matthew Sir complimented her well with his majestic and soothing piano. Jaya Mills presented a very nicely crafted report covering our Golden Jubilee projects. Ria and Needu, who compared the session with great cheer and vigor. Justin Sir for his technical support, Jyotis Mills, Ajit Sir and Labby Sir for overall arrangements. Our advocates, Matthew Sir and Lavi Mills, who were with us with constant guidance. And I have been very impressed and touched by the enthusiasm and contributions of our dear alumni and students. And finally, thank you very much for joining us, and we look forward to your ongoing inputs to help us take our department even further in the years to come. Thank you so much. Thank you, dear Jeetu Miss. Once again, I express sincere gratitude to organizers who work round the clock to make the program successful. Life does not require that we be the best, only that we try our best. We will always try our best for success. I wish you all the very, very best. With National Anthem, we will wind up the program, and I request everybody to rise for the same. By this, we are concluding our Golden Jubilee curtain down ceremony, and thank you all.